അപ്പം ഞാൻ എന്താണ് മാർക്സിസം എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാചകത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഡെഫിനേഷനായിട്ടൊന്നുമല്ല, മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം. 72 നിയമം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പല വനങ്ങളും മരുഭൂമികളാകുമായിരുന്നു. അപ്പം അന്ന് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു ഏത് വനം മാനേജ് ചെയ്യാൻ. ഇപ്പം പ്ലാൻ ഉണ്ടോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. പ്ലാനേ പൊളിഞ്ഞുപോയി. ഇതുപോലെ ഒരു കോഴിയെ കൊല്ലുന്നത് പോലെ പ്ലാനിനെ കൊന്ന ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് RSSനെ നേരിടുന്നത്? ആ ഒറ്റ സിമ്പിളായിട്ടുള്ള ചോദ്യം എനിക്കുള്ളൂ. ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് അവിടെ ഉണ്ടെങ്കിൽ കൂട്ടുപിടിക്കുന്നതിലൊരു തെറ്റുമില്ല. അതുകൊണ്ട് ജയിക്കാമെന്നുള്ളതാണോ? അപ്പോൾ സെക്കുലർ പൊളിറ്റിക്സിൻ്റെ റിലവൻസ് എന്താണ്? ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഫാസിസത്തെ എതിർക്കാനായിട്ട് ഫലപ്രദമായിട്ട് വന്നാൽ എനിക്ക് അവരെ തൊടാൻ വിഷമമില്ല. ഒരു മിനി നരേന്ദ്രമോദി പ്രോജക്റ്റിംഗ് ആണ് തോമസ് ഐസക് മുതൽ ചെയ്തത്. അന്ന് ഞങ്ങൾ പറഞ്ഞു കിഫ്ബി വിൽ ഡൈ യങ്, നൗ ഇറ്റ് ഈസ് ഡൈഡ് യങ്. ശ്രീ CP ജോണിനോട് ഒരു നന്ദി പറഞ്ഞു തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അത് ഈ പുസ്തകത്തിൻ്റെ പേരിലാണ്. ഇത് മാർക്സിൻ്റെ മൂലധനം ഒരു വിശദ വായന എന്നുള്ള പുസ്തകം. ഇത് സാധാരണ മലയാളിയെപ്പോലെ ഞാനും ഒറിജിനൽ 3 വോളിയം വാങ്ങി 1ാം ചാപ്റ്റർ തുടങ്ങി വായിക്കാൻ ശ്രമിച്ച് 3-ൽ നിൽക്കും. അതാ 3 യൂസ് വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ എന്ന് അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായാൽ ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് എന്ന് മനസ്സിലാകാതെ പിന്നെ മറ്റു ചാപ്റ്ററുകൾ വായിച്ച് അത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച്, എന്നിട്ടൊന്നും ആദ്യത്തെ മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിച്ച് മടങ്ങിപ്പോലാണ് പതിവ്. ഇത് വായിച്ചപ്പോൾ ഇതിന് ആ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വായിച്ചു കഴിഞ്ഞ് രണ്ടാമത് ഇംഗ്ലീഷ് വായിച്ചു കഴിയുമ്പം ദാറ്റ് മേക്സ് ബെറ്റർ സെൻസ്. അതിനാ ഉദ്ദേശിച്ചത്. എന്തായിരുന്നു ഇങ്ങനത്തെ ഒരു പുസ്തകത്തിൻ്റെ ഒരു സാങ്കത്യം? ഇത് ഞാൻ മൂലധനം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വോളിയം 1 ഒരു ഇതൊക്കെ കടിച്ചു പിടിച്ച് വായിക്കുകയും ആ ബുക്ക് ഞാൻ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അത് ആ സെയിം ബുക്ക്. അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഫുട് നോട്ടും കാര്യമൊക്കെ ഉള്ളൊരു ഫാമിലി ബൈബിൾ എന്ന് പറഞ്ഞ പോലെ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഒന്ന് അബ്രിഡ്ജ് ചെയ്ത് എഴുതാൻ തോന്നാൻ കാരണം ഞാൻ റോസ ലക്സംബർഗിൻ്റെ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഒന്ന് അബ്രിഡ്ജ് ചെയ്യാൻ ശ്രമിച്ചു. അത് കേരളത്തിൽ ആരും വായിച്ചിട്ടില്ല, തർജ്ജമയും ചെയ്തിട്ടില്ല. അത് ചെയ്യാനുള്ള കാരണം ഞങ്ങൾ CMP എന്നുള്ള നിലയ്ക്ക് റോസ ലക്സംബർഗിനെ ഞങ്ങളൊരു പ്രധാനപ്പെട്ട ആളായിട്ട്, മാർക്സിസ്റ്റ് ലീഡറായിട്ട് എടുക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട മാർട്ടിയറും കൂടിയാണല്ലോ. മാർട്ടിയറായതുകൊണ്ട് മാത്രമല്ല, ലെനിനോട് ജനാധിപത്യത്തിൻ്റെ പേരിൽ കലഹിച്ച ഒരു മാർക്സിസ്റ്റ്. ആ തോട്ട് ലെവലിൽ ഏറ്റവും വലിയ മാർട്ടിയറുമായിരുന്നു. ലോകം കൊണ്ട് ഏറ്റവും വലിയ മാർട്ടിയറാണ്. സ്ത്രീയാണ്. അപ്പം അങ്ങനെ ലക്സംബർഗിൻ്റെ ജീവചരിത്രം എഴുതാൻ തുടങ്ങിയപ്പോൾ അത് വളരെ ഷോർട്ടാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് വളരെ പരത്തി എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലും കൂടെ പാർട്ട് 2 ആയിട്ട് സമ്മറൈസ് ചെയ്യാം. അതുകൊണ്ട് ചെറിയൊരു പുസ്തകം, ഒരു 140 പേജ് വരുന്ന ഒരു പുസ്തകം എഴുതി. അതെഴുതിയപ്പോൾ ഈ മാർക്സിൻ്റെ ക്യാപിറ്റലിനെ കുറിച്ച് റോസ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. കുറച്ചും കൂടെ എഡിറ്റ് ചെയ്യപ്പെടണമായിരുന്നു. 2ാം വോളിയം പ്രത്യേകിച്ചും കുറേ നോട്ട്സും മാതിരിയാണ്. അവർക്ക് ആരോടും മയമൊന്നുമില്ല. അവർക്ക് ലെനിനോട് മാത്രമല്ല മാർക്സിനോടും മയമില്ലാതെ തന്നെയാണ് അവർ എഴുതിയിട്ടുള്ളത്. പക്ഷേ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഈ മൂലധനം ഒന്നും കൂടെ പരിചയപ്പെടുത്തിയാലോ. പിന്നെ ടു ബി വെരി ഫ്രാങ്ക്, മാർക്സിൻ്റെ വോളിയം 1 ഭയങ്കര ഒരു ക്ലാസിക്കാണ്, ഒരു സാഹിത്യ സൃഷ്ടിയാണ്. ജനങ്ങളിലേക്ക് വരുന്നു. പക്ഷേ റോസയുടെ പുസ്തകം ഒരു ബ്യൂട്ടിഫുൾ തിസിസാണ്. ഓക്കെ, അതിൽ നോ നോൺസെൻസ്, അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അതൊന്ന് ശ്രമിക്കാം എന്ന് വിചാരിച്ച് ഞാൻ DC ബുക്സിനോട് പറഞ്ഞു. അപ്പോൾ അവർ ഒരു ലെറ്റർ തന്നു. കാരണം ലെറ്റർ വേണമല്ലോ. ലെറ്ററൊക്കെ തന്നു. അവരൊന്നും അത് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഈ സമയത്ത് എനിക്കൊരു സർജറി വേണ്ടി വന്നു, ഒരു ഗോൾ ബ്ലാഡർ റിമൂവൽ. അത് കഴിഞ്ഞ ഉടനെ കോവിഡും വന്നു. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങ് എഴുതാൻ. പക്ഷേ ഈ പരിചയം ഉണ്ടല്ലോ, മറ്റേ ഈ റോസ ചെയ്ത പരിചയം ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ വേറെ വലിയ വായനകളോ റെഫറൻസുകളോ ഒന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് പേജ് ബൈ പേജ്, പാരഗ്രാഫ് ബൈ പാരഗ്രാഫ്. അപ്പോൾ മറ്റേ ഇതും അങ്ങനെ തന്നെയാണ് ചെയ്തത്.
എല്ലാ ചാപ്റ്ററും വായിക്കുക. അപ്പോൾ അതൊരു വോയേജാണ്, ഒരു ജേണിയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക്, മലയാളി വായനക്കാർക്ക് ഈ അതിൻ്റെ ഒറിജിനൽ വായിക്കാൻ, ഇനി മലയാളം ഒറിജിനൽ തന്നെ വായിക്കാൻ ഒരു സഹായം വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനാണ് എനിക്ക് ഞാൻ നന്ദി എന്ന് പറഞ്ഞത്. അതെ അതെ അത് PMS ഒക്കെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ പുസ്തകം വെച്ചിട്ട്. പ്രത്യേകിച്ച് മാനിഫെസ്റ്റോ ഒക്കെ വെച്ച് ചാപ്റ്റർ ബൈ ചാപ്റ്റർ. അദ്ദേഹം ടീച്ചറും കൂടിയാണ്. അതൊക്കെ ഇരുന്ന് ആ ദിവസം വേറെ വലിയ പണിയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ പാർട്ടി സ്കൂളുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള അതായത് BTR, പിന്നെ സുർജിത്ത്, ബസവ പുന്നയ്യ, ഇവരൊക്കെ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് അവർ പിന്നെ ക്ലാസ് ബൈ ക്ലാസ് അവരെടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് മലയാളത്തിനൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഹരമായി. പക്ഷേ ഇറ്റ് ടുക്ക് ഇയേഴ്സ്, വർഷങ്ങളെടുത്തു. സെക്കൻഡ് വോളിയം കൂടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രിയും 3rd വോളിയത്തിൻ്റെ 14ാം അധ്യായത്തിൻ്റെ ഒരു പേജ് എഴുതി. 2ാം വോളിയം ഇപ്പോൾ വന്നു. അത് 3rd വോളിയം ഞാൻ 2026 ജനുവരി ആകുമ്പോഴേക്കും തരും. ഞാനിതിനകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ മാർക്സിൻ്റെ ഈ 1ാം ചാപ്റ്റർ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മുഴുവൻ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ക്യാപിറ്റൽ, മാർക്സിനെ കുറിച്ച് പറയാൻ പറ്റി എനിക്കാവില്ല. ക്യാപിറ്റലിൽ കണ്ടത് 1ാം കമ്മോഡിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരു മരം പോലത്തെ മനുഷ്യരിന്ന് സംസാരിക്കുന്ന പോലെ കമ്മോഡിറ്റിയെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുമ്പം മാർക്സ് സംസാരിക്കുന്ന ഹൃദയം കൊണ്ടാണ്. അത് മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ എത്രത്തോളം മാനവികമായിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും പറയുന്നത്. ഇതിൻ്റെ അകത്തും ഞാൻ പലരും ശ്രദ്ധിച്ചു, മനുഷ്യൻ്റെ ഗതികേടിനെക്കുറിച്ച്, നിവൃത്തികേടിനെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഏറ്റവും അവസാനത്തെ മനുഷ്യനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് മാർക്സ് സംസാരിക്കുന്നത്. ഇത് വായിച്ചു കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ ക്യാപിറ്റലിലേക്ക് പോയി വീണ്ടും അത് വായിക്കുമ്പോൾ ഇറ്റ് മേക്സ് മോർ സെൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ലിറിക്കൽ ക്വാളിറ്റി ഉള്ള പ്രോസിൻ്റെ ഉടമസ്ഥനാണ്. ഭയങ്കര പ്രോസ്. അത് 19ാം നൂറ്റാണ്ടിലെ പ്രോസ് പൊതുവിൽ വളരെ ടഫാണ്. അതിന് മുമ്പുള്ള അതുപോലെ തന്നെ ടഫാണ്. ഇപ്പോൾ വെൽത്ത് ഓഫ് നേഷൻസ് വളരെ ടഫായിട്ടുള്ള ബുക്കാണ്. അതേപോലെ തന്നെ മാക്സ് വെബറിൻ്റെ, അതേക്കുറിച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് എന്നുള്ള പുസ്തകം. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ടെക്സ്റ്റ് നമ്മൾ ഈ ചമ്പുക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഒരു ഹാർഷ് ടെക്സ്റ്റാണ്. അതൊന്ന് എന്താ പറയുക, ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നല്ല പാടാണ്, വാചകഘടനയും ഒക്കെ. പക്ഷേ മാർസിലുടനീളം മാർസിൽ കാണുന്നത് മനുഷ്യത്വമാണ്. അപ്പം ഞാൻ എന്താണ് മാർസിസം എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാചകത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഡെഫിനേഷനായിട്ടൊന്നുമല്ല, മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം. മനുഷ്യത്വം എന്ന് പറയുന്നതിന് റിലീജിയൻ്റെയോ ധാർമ്മികതകളുടെയോ ഒക്കെ ഒരുപാട് വേഷങ്ങളുണ്ട്. പക്ഷെ അതിന് എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? അത് ഈ പറയുന്ന മനുഷ്യൻ നടന്നു പോയിട്ടുള്ള എല്ലാ വഴികളിൽ കൂടി മാർക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വോളിയം 1 പ്രത്യേകിച്ച് ബൈബിള് ഈ അനന്തമായിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. എത്രയോ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണാൻ കഴിയും. ഷേക്സ്പിയർ, ബൽസാക്ക്, ഇങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ വന്നു പോവാണ്. എന്തിനു പറയുന്നു? മഹാവിഷ്ണുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് പറയാൻ വേണ്ടി പറയുന്നതാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഭയങ്കര രസമാണ്. അതായത് മുതലാളി പണം മുച്ചമൂല്യം ഉണ്ടാക്കിയതിന് ശേഷം അയാളൊരു കൺഫ്യൂഷനിലാണ്. ഇത് കൺസ്യൂം ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ? അപ്പോൾ തൻ്റെ ജീവിതത്തിലെ പല കൺഫ്യൂഷനുകളും തീർക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭക്തനെ പോലെ അയാൾ. അപ്പോൾ അവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഐ നോ ഇറ്റ് എന്നുള്ള രീതിയിൽ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വോളിയം 1 പ്രത്യേകിച്ചും വോളിയം 2 ആണെങ്കിൽ 2 രാജ്യങ്ങളാണുള്ളത്. ആളുള്ളവർ ഇന്ത്യയെക്കുറിച്ച് മാർച്ചിന് അറിയില്ല എന്നൊക്കെ വെറുതെ ഒന്നും അറിയാത്തവർ പറയുന്നതാണ്. മൂലധനത്തിൽ 2 രാജ്യങ്ങളേ ഉള്ളൂ, മെയിൻലി ഇംഗ്ലണ്ടും ഇന്ത്യയും. റഷ്യയും അദ്ദേഹം ജർമ്മനിലാണ് ഇത് എഴുതിയത്. പക്ഷേ ജർമ്മൻ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ എല്ലാ ഡോക്യുമെൻറ്റുകളും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അതാണുള്ളത്. കേട്ടിട്ടുള്ള ഡോക്ടർ ലോഹിയാവും ഒറിജിനൽ വായിക്കാൻ വേണ്ടിയിട്ട് ജർമ്മൻ പഠിച്ചു എന്നുള്ളതാണ്. ഞാനും ജർമ്മൻ കുറച്ച് പഠിച്ചു.
ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഈ ഇതിൻ്റെ ലിറിക്കൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇങ്ങനെ ഈ ഭാഷയിലൊക്കെ സംസാരിച്ചുകൊണ്ട് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. EMS നിങ്ങൾ ക്ലാസ് എടുത്തെങ്കിൽ EMSൻ്റെ സംഭാഷണത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി അല്ല കാണുന്നത്. അത് മാറ്റർ ഓഫ് ഫാക്ട് മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ മിക്കവാറും കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഷയും അങ്ങനെയാണ്. അതിങ്ങനെ അങ്ങനെ വന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ രൂക്ഷമായൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഭയങ്കരമായ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ നിലനിൽക്കുന്ന സമയത്തുള്ള ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് തെരുവിൽ തന്നെയാണ്. തെരുവിലാണ്, അതേപോലെ തന്നെ സംഘർഷഭരിതമാണ്. അതിൽ മരണവും അതുപോലെ തന്നെ അടിച്ചമർത്തലും ജയിലുകളും ക്രൂരതയും എല്ലാം കലർന്നതാണല്ലോ ക്ലാസ് സ്ട്രഗിളിൻ്റെ ആ ഒരു ഭീകരമായ രംഗങ്ങൾ. പക്ഷെ മാർസ് ഈ എല്ലാ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ ഒരാളാണ്. പേഴ്സണൽ ട്രോമ അദ്ദേഹത്തിനുണ്ടായ അത്ര ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹം ക്ലാസ് സ്ട്രഗിളിനെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ മുഴുവൻ പൂർണ്ണതയിലാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ സൗന്ദര്യത്തിൽ തന്നെ പറയാം. ഈ വർഗസമരത്തിൻ്റെ സൗന്ദര്യം എന്ന് ആരും പ്രയോഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. വർഗസമരത്തിൻ്റെ ആ ഗൗരവമാണ്. പക്ഷെ ആ ഗൗരവത്തിൽ തന്നെ അതീവ സുന്ദരമാണത്. ഫോക്കസിൽ മനുഷ്യനെ നിർത്തിയാൽ എല്ലാം മായേ പറ്റുള്ളൂ. അപ്പോൾ അതിലവൻ്റെ സാഹിത്യവും കലയും ഇനി പരമ്പരാഗതമായ കാര്യങ്ങളും, അല്ലെങ്കിൽ മാർസിന് ബൈബിൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള പ്രസന്നമായിട്ടുള്ള ഒരു തോന്നൽ, ഭാവിയെക്കുറിച്ചുള്ള ഒരു തോന്നൽ, ഭീകരമായ ചൂഷണത്തിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ അവൻ്റെ സ്വയം കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ അതിൽ ഞാൻ കണ്ടത്, ഇപ്പം നമ്മുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ നിർമ്മിതികളാണ് നമ്മുടെ ക്ലാസിക്കുകൾ. ആ ക്ലാസിക്കിൽ റിലീജിയൻ ഉണ്ട്. പക്ഷെ റിലീജിയൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് ടച്ച് മീ നോട്ട് അല്ല, അത് റിലീജിയസ് അല്ല. ഇപ്പോൾ മാർസ് പറഞ്ഞ 2-3 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഒന്ന്, അദ്ദേഹം പണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. പണം, അതിനെക്കുറിച്ച് ഞാനത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ബൈബിളാന്ന് മാത്രമല്ല, വെളിപാട് പുസ്തകത്തിലെയാണ്. ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു മൃഗത്തെ എല്ലാവരും വണങ്ങുന്നു, അതാണ് പണം. അപ്പോൾ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുപോലെ ഈ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ വരുമ്പോൾ ആദം ആപ്പിൾ കടിച്ച പോലെയാണ്. പിന്നെ എല്ലാം റോളിംഗ് ആയി, എല്ലാവരും ഭാവികളായല്ലോ. പിന്നെ അതേപോലെ ഞാനതിൽ ഞാൻ വളരെ വിഷമിച്ച് പലരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണത് ഞാൻ എഴുതിയത്. സെൻറ്റ് ജെറോമിൻ്റെ സ്വപ്നങ്ങൾ. മലയാളി ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ളവർക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ്. സെൻറ്റ് ജെറോം എന്നുള്ള തരം കേട്ടിട്ടുണ്ട്. പക്ഷേ സെൻറ്റ് ജെറോമിൻ്റെ മരുഭൂമിയിലെ സ്വപ്നങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും അന്യമല്ല, മാർസിനൊന്നും അന്യമല്ല. മഹാവിഷ്ണു ആയാലും കൊള്ളാം, പിന്നെ ബൈബിളായാലും കൊള്ളാം, ഷേക്സ്പിയർ ആയാലും കൊള്ളാം, എല്ലാം ഒന്നും എനിക്ക് അന്യമല്ല. അത് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റുകളെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചുള്ള പരാതി എന്ന് പറഞ്ഞാൽ അത് തോട്ട് പ്രോസസ്സ് അവിടെ വെച്ചിട്ട് ഇവിടുത്തെ ധന്യമാക്കി ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളൊരു തോന്നൽ. അല്ല, അതിൽ മാർക്സിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ലെനിനിസ്റ്റ് പ്രസ്ഥാനം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 20-ാം നൂറ്റാണ്ടിൽ അവർ അധികാരം പിടിച്ചെടുക്കുകയാണല്ലോ. മാർക്സൊക്കെ അധികാരത്തിൻ്റെ ദ്രംഷ്ടകൾ കൊണ്ട് അമർത്തപ്പെട്ട ആൾക്കാരാണ്, അടിച്ചമർത്തപ്പെടുകയും അകറ്റപ്പെടുകയും ചെയ്തതാണ്. പക്ഷെ ലെനിൻ അത് പിടിച്ചെടുത്ത ആളാണ്. അപ്പോൾ അത് പിടിച്ചെടുക്കുന്ന പ്രോസസ്സിൽ അവരങ്ങനെ ആയതിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അപ്പനറ്റസ് എന്ന് പറയുന്നത് ഐഡിയോളജിയുടെ ഒരു ഇഞ്ച് മുന്നിലാണ് എന്ന ഒരു വിശ്വാസം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നു എന്നാണ് ഞാൻ. അത് ചൈനയിലേക്കും പരന്നു, ഇന്ത്യയിലേക്കും പരന്നു. അപ്പോൾ അപ്പററ്റസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കും അമ്പാണോ വില്ലാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ, വില്ലില്ലാതെ അമ്പ് കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാലും അമ്പ് ചെയ്യാനാണ് വില്ല്. അതിൻ്റെ പർപ്പസ് ഐഡിയോളജി തന്നെയാണ്. നമ്മൾ ഐഡിയോളജിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വില്ലെന്ന് പറഞ്ഞതിൻ്റെ അപ്പാരറ്റസ് അല്ലേ. ഇപ്പോൾ തോക്ക് കൊണ്ടേയും തമ്മിലെടുക്കുക. അപ്പോൾ തോക്ക് കൊണ്ട് എന്താ കാര്യമുള്ളത്? തോക്കല്ലേ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത്. പക്ഷെ ഉണ്ടയില്ലാതെ തോക്കിൻ്റെ എന്താ കാര്യം അല്ലേ? അപ്പോൾ ആ ഉണ്ട പായിക്കാനുള്ളൊരു ഉപകരണമാണ് തോക്ക്. അപ്പോൾ ആ ഉണ്ടയാണ് അത് പായിക്കുക എന്നുള്ളതാണ് പ്രധാനം.
അല്ലേ? അപ്പോൾ അതിൽ അപ്പററ്റസിൽ കുടുങ്ങിപ്പോയതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഗവൺമെൻറ് വരികയാണ്. അപ്പോൾ ഗവൺമെൻറ് വേറൊരു അപ്പററ്റസാണ്. അത് പരമ്പരാഗതമായിട്ടുള്ള പട്ടാളവും യുദ്ധവും ഒക്കെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ആണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരെ അപ്രോപ്രിയേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതെ. അപ്പോൾ പരമ്പരാഗതവും ക്രൂരവുമായിട്ടുള്ള ഭരണകൂടം, അതിൻ്റെ മുകളിൽ ഈ പാർട്ടി എന്നുള്ള അപ്പററ്റസും കൂടെ ചേർന്നിരുന്നാൽ ഐഡിയോളജി ഒത്തിരി പുറകിലേക്ക് ഐഡിയോളജി പുറകോട്ട് പോയി എന്നുള്ളതിനേക്കാളും അതൊരു ഐഡിയോളജിയായി. ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അന്നത്തെ വർഗസമരം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ട് പോലെയല്ല. അന്നവർ ഐഡിയോളജി ഉറപ്പിക്കുകയാണ് ചെയ്തത്. 20-ാം നൂറ്റാണ്ടായപ്പോൾ തെരുവ് സമരങ്ങളും ലോകയുദ്ധങ്ങളും ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ അപ്പററ്റസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയത് അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. പക്ഷേ അപ്പററ്റാസാണ് പ്രധാനമെന്നൊരു ഐഡിയോളജി ഉണ്ടായി. അതാണ് ലെനിനിസത്തിൽ നിന്ന് തുടങ്ങി സ്റ്റാലിനിസത്തിലേക്കും പിന്നെ മാവോയിസത്തിലേക്കും ഒക്കെ വന്നത്. അതാണിപ്പോൾ റണ്ണിങ്. ഓക്കെ, അതാണിപ്പോൾ ഈ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിജയിച്ചതും അതാണ്, തകർന്നതും അതാണ്. ഐഡിയോളജി ബാക്കി ഉണ്ടെന്നാണ്. ഐഡിയോളജി വളരെ സ്ട്രോങ് ആണിപ്പോൾ. എൻ്റെ അഭിപ്രായത്തിൽ മാർക്സിസ്റ്റ് ഐഡിയോളജി, ദസ് ക്യാപിറ്റലും ഒക്കെ. ഇപ്പോൾ എലോൺ മസ്കും ട്രംപും വന്നപ്പോൾ റീഡിങ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് ഞാനിപ്പോൾ ആളുകളെ കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് വോളിയാണല്ലോ. ഇപ്പോൾ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫസ്റ്റ് വോളിയാണ്. ഞാനിപ്പോൾ തേർഡ് വോളിയാണ് ചെയ്യുന്നത്. തേർഡ് വോളിയത്തിൽ മാർക്സ് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു തിയറി ഉണ്ട്. അതായത് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. ആ ഫാളിംഗ് റേറ്റ് ഓഫ് പ്രോഫിറ്റ്, അതാണ് പ്രധാനപ്പെട്ട 3-ാം അധ്യായത്തിൻ്റെ ഡിസ്കഷൻ പോയിൻ്റ്. അപ്പോൾ മൂലധനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥിരാസ്ഥിര മൂലധനങ്ങൾ എന്ന് വെച്ചാൽ മെഷീനറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂലി അസ്ഥിരം. അപ്പോൾ കൂലിയുടെ അംശം ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ 100 രൂപയിൽ കൂലി എത്ര കുറവാണോ അപ്പോൾ മറ്റ് സംഗതികൾ കൂടുതലായിരിക്കും. സ്ഥിര മൂലധനം. അപ്പോൾ സ്ഥിര മൂലധനത്തിൻ്റെ എലമെൻറ്റ് ക്യാപിറ്റൽ വർദ്ധിക്കും തോറും ലാഭനിരക്ക് കുറയും. ലാഭമല്ല, റേറ്റ് ഓഫ് പ്രോഫിറ്റ്. എല്ലാവരും തിരിച്ചാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ലാഭവും മിച്ചമൂല്യവും ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഈ മെഷീനറിയൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ, ആ മെഷീനറികളൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കതല്ലാതെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ AI വന്ന്, ChatGPT വന്നു, ഉടനെ തന്നെ DeepSeek വന്നു. അപ്പോൾ അവിടുത്തെ സാധനം മാറി. അല്ല, അതിൽ പോലും പറയുന്നത് അതിൻ്റെ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, എയുടെ പോലും അതിൻ്റെ എനർജി കൺസംഷൻ, അതിൻ്റെ കോസ്റ്റ്, അത് പിന്നെ ദാറ്റ് റൺസ് ഇൻ ടു ബില്യൺസ്. അതിൻ്റെ എനർജി കൺസംഷൻ റൺസ് ഇൻ ടു ബില്യൺസ് ഓഫ് മെഗാവാട്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടിംഗ്, ഒരു സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നതിൻ്റെ 10,000-കണക്കിന് ഇരട്ടി എനർജിയാണത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹ്യൂമൻ എലമെൻറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങളുടെ ഫിക്സഡ് കോസ്റ്റ് ഹ്യൂജായിട്ട് വരും. അപ്പോൾ റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറയും. ഒന്ന്, ഇത് നടത്തുന്ന ആളുടെ, ഉപയോഗിക്കുന്ന ആളുടെ അല്ല. രണ്ടാമത്തത്, ഇത് വേറെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ മൂലധനത്തിൻ്റെ 1-ാം വോളിയം ഫണ്ടമെൻ്റലാണ്, 2-ാം വോളിയം അതിൻ്റെ ടേൺ ഓവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും സർക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽസ് ആണ്. അതായത് പണമൂലധനം, ചരക്ക് മൂലധനം, ഉൽപ്പാദക മൂലധനം, അങ്ങനത്തെ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് തന്നെയാണ് സെക്കൻഡ് വോളിയവും. തേർഡ് വോളിയമാണ് ബിസിനസ്, ലാഭം എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മിച്ചമൂല്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലുള്ള സങ്കീർണതകൾ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം മാർക്സിസ്റ്റ് ഐഡിയോളജി, എസ്പെഷ്യലി തേർഡ് വോളിയം ഓഫ് ദാസ് ക്യാപിറ്റൽ ആണിപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇലോൺ മസ്ക് എത്ര വലിയ സാധനം ഉണ്ടാക്കിയാലും അയാൾ അതിന് കൊടുത്ത കൂലിയല്ല, അതിനുവേണ്ടി വന്ന ചിലവാണ് അല്ലേ? എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നിശ്ചിത മൂലധനം, ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ അത് തുടങ്ങാതിരിക്കാനും പറ്റില്ല, അല്ലെങ്കിൽ ചൈനക്കാർ തുടങ്ങി. അപ്പോൾ യഥാർത്ഥ ക്യാപിറ്റലിസ്റ്റ് വേ ഓഫ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ ക്രൈസിസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. അത് എങ്ങനെ പൊളിറ്റിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, എങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി റെവല്യൂഷൻ, അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അവർ തമ്മിലുള്ള കൊള്ളക്കൊടുക്കലുകൾ എന്താണ്,
അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യും തോറും ഇതിനെ അവർ പുതിയ പുതിയ സാധനങ്ങളായിട്ട് പുതുക്കിക്കൊണ്ടിരിക്കും. അല്ല, ഡീപ് സൈക്ക് ചെയ്ത അതാണ്. ഇതിൻ്റെ എനർജി കോസ്റ്റും ഇതിൻ്റെ ടെക്നിക്കൽ കോസ്റ്റും 6-1, 8-1 ഒക്കെ ആയിട്ട് കുറച്ചു. അതെ. അപ്പോൾ അവർക്ക് അതിനൊരു ചിലവുണ്ട്. പക്ഷേ പുതിയൊരു സാധനം വന്നു. ആ പുതിയ സാധനം പഴയ സാധനത്തിനെ തിരസ്കരിക്കുന്നത്. സത്യത്തിൽ ഇവരിപ്പം ചാറ്റ് GPT ഇൻവെസ്റ്റ് ചെയ്ത പണം ഓൾമോസ്റ്റ് റിഡണ്ടൻ്റ് ആകുന്ന വിധത്തിലേക്ക്. എക്സാക്ട്ലി. $6000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ് സീക്കിൻ്റെ ഒരു ഫുൾ മോഡ്യൂൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ എൻ്റർപ്രൈസിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേസമയത്ത് ചാറ്റ് GPT ഒക്കെ ആകുമ്പോഴത്തേക്ക് ദാറ്റ് വിൽ റൺ ഇൻ ടു മില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടെക്നോളജി ഭയങ്കര ആക്സസിബിൾ ആക്കുന്ന വേറൊരു പ്രവർത്തനം അതിൻ്റെ കൂടെ ഒപ്പം നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അമേരിക്കയിൽ ചില കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് നിപ്പിൽ പൊടിഞ്ഞു പോയത്. ഇത് ഈ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്, ഈ ക്രൈസിസും വരുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ശാശ്വതമല്ല. അതെപ്പോഴും ക്രൈസിസുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പോകാനുള്ള ഒരു സ്പേസും അതിന് കളിക്കാനുള്ള സ്ഥലവുമുണ്ട്. അതുണ്ടാക്കുന്നുമുണ്ട്. ക്രൈസിസിൽ അതൊരിക്കലും മുങ്ങിപ്പോയിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ 10,000 പേർക്ക് നിൽക്കാവുന്ന ഒരു ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ നമ്മളൊരു കടപ്പുറത്ത് കുട്ടികൾ വോളിബോൾ കളിക്കാമെന്ന് വിചാരിക്കുക. എത്ര വോളിബോൾ ഗ്രൗണ്ട് വേണമെങ്കിൽ ഉണ്ട് അവിടെ, അല്ലേ? പക്ഷേ ഒരു സ്കൂൾ മുറ്റത്തെ വോളിബോൾ ഗ്രൗണ്ടിൽ 5-10 ആൾക്കേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് ക്യാപിറ്റലിസ്റ്റ് സാധ്യതകൾ. ആ സാധ്യതകളുള്ളത് കൊണ്ട് നമുക്കത് ഇപ്പം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം ക്യാപിറ്റലിസം ഇന്നെവിറ്റബിൾ അല്ല എന്ന് വരും എന്നുള്ളതാണല്ലോ ഈ ഐഡിയോളജിയുടെ അന്തസത്ത. ഇതിന് ക്യാപിറ്റലിസം ഒന്നും അല്ല പ്രധാനം, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ല. ഇത് നമുക്ക് സ്വതന്ത്രമായിട്ട് ആളുകളെ സ്വതന്ത്രരാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എല്ലാ നേട്ടങ്ങളും അവരാണ് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ എലോൺ മസ്ക് ഒരു 2 ചോപ്സ്റ്റിക്സിൻ്റെ മുകളിലേക്ക് ഈ റോക്കറ്റിനെ കൊണ്ടൊന്ന് ഇറക്കി എന്ന് പറഞ്ഞാൽ അതിൽ എഞ്ചിനീയർമാരുടെ അധ്വാനമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്പനിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറേ നാൾ കഴിയുമ്പോൾ എങ്ങനെയാണോ ജന്മിമാർ കൃഷിയിൽ ആവശ്യമില്ലാതായത്, അതുപോലെ ഈ മുതലാളിമാരും അത്ര അത്യാവശ്യമൊന്നുമില്ല. അതാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ അതിനെ വേണ്ടി അവരെ എല്ലാം വെട്ടിക്കൊല്ലണമെന്നോ അങ്ങനെയൊന്നുമില്ല. ദേ ഹാവ് ടു ലീവ് ദ സീൻ. അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. അത് ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞാൽ 100-200 കൊല്ലമൊക്കെ ആയിരിക്കും, അത്ര വ്യത്യാസം. അതുകൊണ്ട് ഐ സ്റ്റാൻഡ് ബൈ ദ ഐഡിയോളജി. പക്ഷേ ഈ ഐഡിയോളജിയാന്ന് പറഞ്ഞിട്ട് വന്ന അപ്പരറ്റസ്, ഇപ്പോൾ ഞാൻ തന്നെ മൂലധനത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പരറ്റസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇതെവിടെയെങ്കിലും വിജയിച്ചോ, ഇതെല്ലാം പൊളിഞ്ഞില്ലേ, ഇതെന്തിനാണ് അത് കൊണ്ട് നടക്കുന്നത്. എന്നോട് സ്നേഹമുള്ളവരുണ്ടല്ലോ, അവർ സാറിന് വേറെ ജോലിയൊന്നുമില്ലേ, ഇതൊക്കെ പൊളിഞ്ഞ് പാളീസായില്ലേ, ഇപ്പോഴും രാത്രി ഉറക്കൊഴിക്കണം, വല്ല കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ്. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മാർക്സിസ്റ്റുകാരനായിട്ടുള്ള CP ജോണിൽ നിന്ന് എനിക്ക് കേരളത്തിലെ UDFകാരനായിട്ടുള്ള CP ജോണിലേക്ക് വരേണ്ടതുണ്ട്. താങ്കളിപ്പം ഈ മലയോര ജാഥയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മനുഷ്യരുടെ ഒരു തിരഞ്ഞെടുപ്പ്, കേരളത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. UDF വലിയ പ്രതീക്ഷകളോടുകൂടി കാണുന്നുണ്ട്. നിങ്ങൾ മനുഷ്യരുടെ പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് ഈ ജാഥ തുടങ്ങിയത്. എന്തായിരുന്നു മനുഷ്യരുടെ റെസ്പോൺസ്? ഞാൻ ഡസൻ കണക്കിന് ജാഥകളിൽ പോയിട്ടുണ്ട്. എൻ്റെ ഒരു ജോലി തന്നെ ഈ ജാഥകളിൽ പോക്കാണ്. നടന്നിട്ടും പോയിട്ടുണ്ട്. കാസർഗോഡും തിരുവനന്തപുരത്തും നടന്നിട്ടുണ്ട്. എത്രയോ വാഹന ജാഥകൾ, എനിക്ക് എണ്ണമില്ലാതെ. പക്ഷേ ഈ ഒരു ജാഥയുടെ എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. ഇതിനോട് സമാനമായ ഒരു വലിയ എക്സസൈസ് AK ആൻ്റണി നയിച്ച ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ജാഥയിൽ 2001 നടക്കുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, അന്ന് ഈ റബ്ബർ വില വല്ലാതെ അങ്ങ് ക്രാഷ് ചെയ്തൊരു സമയമായിരുന്നു. അപ്പം അന്ന് ഈ പറയുന്ന കാർഷിക മേഖലയിൽ കൂടെ പോകുമ്പോൾ ആളുകളൊക്കെ തറയിൽ മുട്ടുകുത്തി നിന്നിട്ടൊക്കെ അവരുടെ ഒരു രീതിയിൽ മാണിസാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തോ ഒരാൾ പറയാണ്, വളരെ പഴയ ആൾക്കാരല്ലേ, അവരൊന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ല, അന്നത്തെ 65കാരായിരിക്കും. മാണിസാറേ മുട്ടയിലെ തൊളി കളഞ്ഞോളാം എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നായി പറയുന്നത്. ഏതാണ്ട് ഇന്ന് നമ്മൾ സതീശൻ നയിച്ചിട്ടുള്ള ഈ ജാഥയിൽ നമ്മൾ കണ്ടത്
ആളുകളൊക്കെ അവരുടെ ഒരു ഹൃദയവേദനയുമായിട്ട് യോഗത്തിന് വരികയാണ്. യോഗത്തിൽ വന്ന് അവർക്ക് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളാണ്. അപ്പം ഞങ്ങളവിടെ എടുത്തൊരു പൊസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വനത്തിനും വന്യമൃഗങ്ങൾക്കും എതിരല്ല. അത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ തന്നെ വിളിക്കാൻ നമുക്കാണല്ലേ. അപ്പോൾ എൻവയോൺമെൻ്റല്ലേ ഏറ്റവും വലിയ നമ്മുടെ സ്വത്ത്. അപ്പോൾ ഇത് ഇഷ്ടം പോലെ നശിപ്പിക്കാം എന്നുള്ളതല്ല നമ്മുടെ ക്യാമ്പയിൻ. ഇത് ഗവൺമെൻറ്റിൻ്റെയാണ്, ഗവൺമെൻറ്റാണല്ലോ ഇത് ഓൺ ചെയ്യുന്നത് അല്ലേ. അപ്പം ഗവൺമെൻറ്റിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ നിന്നും ആവിർഭവിക്കുന്ന ആപത്തുകളെ അനുഭവിക്കേണ്ടി വരുന്നവരോട് ഉത്തരവാദിത്വമുണ്ട്. മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ശ്രമം അത് നടത്തേണ്ടത് ചെയ്യുന്നില്ല. ഇപ്പോൾ പറഞ്ഞ 10 ലക്ഷം ഉറുപ്പിക കൊടുക്കുക, ഒരാൾ മരിച്ചിട്ട് 10 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ട് എന്തിനും. അപ്പോൾ കടുവ ഒരു സ്ത്രീയെ തിന്നു. ഞാൻ ആ വീട്ടിൽ പോയി, നല്ലൊരു വീട്ടമ്മ, അവരുടെ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്. കടുവ തിന്ന് അവരുടെ കമ്മൽ കടുവയുടെ വയറിൽ നിന്നും എടുത്തു എന്നുള്ളത് ഭയങ്കരമായൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ ഈ ഗവൺമെൻറ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ജാഥയ്ക്ക് മുമ്പ് ഇതിനെ കുറച്ചും കൂടെ സ്ട്രിഞ്ചൻ്റ് ആക്കാനുള്ള ഒരു നിയമം, ആ നിയമം ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. അപ്പോൾ ഈ ജാഥ ആളുകളെ സമീപിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് ആയിരുന്നു. ലീഗലായിട്ട് തന്നെ, അഡ്മിനിസ്ട്രേറ്റീവായിട്ട് നോക്കുമ്പോൾ ഈ നിയമം പിൻവലിച്ചില്ലേ. പക്ഷേ നിങ്ങൾ ആ നിയമം സർക്കാരിൻ്റെ തന്നെ ഓൺ വോളിഷനിലാണ് ആ നിയമം പിൻവലിച്ചത്. UDF ആ സമരത്തിൽ പിൻവലിക്കുന്നതിന് മുമ്പ് ഒരു സമരത്തിലും ഞാനും അല്ല, സമരം പ്രഖ്യാപിച്ചപ്പോഴേ പോയി. ഈ നിയമം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ജാഥ നടന്നിരുന്നതെങ്കിൽ സർക്കാരിനത് പൊളിറ്റിക്കലായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു ചാൻസ് സർക്കാരിന് കൊടുത്തത്? നിങ്ങൾ സമരത്തിൽ ജനങ്ങളുടെ ഭാഗത്തല്ലേ. ജനങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ ആനുകൂല്യം ഉണ്ടാവുക എന്നുള്ളതല്ല, ഞങ്ങളുടെ സമരം വിജയിക്കലല്ലോ. അത് പണ്ട് ഒരാൾ പറഞ്ഞ് ഡിമാൻഡ് അംഗീകരിച്ച് സമരം തകർക്കാൻ നോക്കണ്ടെന്ന്. എനിക്ക് മനസ്സിലായി. അത് ഞങ്ങളില്ല. ഏത് പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം ക്രെഡിറ്റ് കിട്ടുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അല്ല, അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പോയിന്റ്. നമ്മൾ നമ്മുടെ രാഷ്ട്രീയ ധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. എസെൻഷ്യൽ അതിൻ്റെ ബേസ് എന്നുള്ള ഒരു കേന്ദ്ര നിയമമാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ 72 നിയമമുണ്ട്. എസെൻഷ്യലി ഇത് വനവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും കേന്ദ്ര നിയമങ്ങൾ തന്നെയാണ്. 72 നിയമം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പല വനങ്ങളും മരുഭൂമികളാകുമായിരുന്നു അല്ലേ? തർക്കമില്ല. അപ്പോൾ അത് മാറി ഇപ്പോൾ കേരളത്തിലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഒരു ജനകീയ മനസ്സിൻ്റെ ഭാഗമായിട്ട് മാറി. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായ കാര്യങ്ങളിൽ ഞാനൊക്കെ അവിടെ നടത്തിയ പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം, എല്ലാവരുടെയും കൂട്ടത്തിൽ ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ലോകത്ത് മുഴുവൻ ഇന്ന് ലോകത്ത് ഭൂരിപക്ഷം ആളുകൾ അർബനൈസ്ഡ് ലൈഫാണ് അല്ലേ. അർബനൈസേഷൻ കേരളത്തിൽ 70% ആവാൻ പോകാമെന്നാണ് ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് 50% തന്നെ 5-10 കൊല്ലമായി. 50% എന്നുള്ള ആ കടന്നിട്ട് ഏതാണ്ട് 10 കൊല്ലമായി, 10 അല്ല അതിലധികമായി. അപ്പോൾ അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്ത് വനങ്ങൾ നിൽക്കണം. മറ്റേത് അർബനൈസ്ഡ് അല്ലാത്ത ഒരു ലോകത്ത് വനത്തിലേക്ക് ആരാ പോകുന്നത്? അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ. പക്ഷെ അർബനൈസേഷൻ വന്ന് വനാതിർത്തികളിൽ വരെ അർബനൈസേഷൻ വന്നു. ഉദാഹരണത്തിന് ഈ രാധ എന്നുള്ള സ്ത്രീ മരിച്ചത് മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ 1-ാം വാർഡില്ല. പക്ഷെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നതല്ല, വനം പുറത്തോട്ട് ഇറങ്ങി വരുന്നതല്ലേ. നമ്മൾ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ പ്രശ്നം വരുന്നത്, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. നമ്മൾ വനത്തിലേക്ക് പോകുക എന്നുള്ളത് ഇപ്പോൾ വനം ഇങ്ങോട്ട് വരിക എന്നുള്ളതിലേക്ക് വന്നു. വന്യജീവികളും ഇങ്ങോട്ട് വരിക. എന്തുകൊണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. അത് വന്യജീവികൾ പെരുകിക്കൊണ്ട് മാത്രമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇനിയുള്ള ഈ അർബനൈസ്ഡ് വേ ഓഫ് ലൈഫിൽ മാനേജ്ഡ് ഫോറസ്റ്റുകൾ മാത്രമേ ലോകത്തുണ്ടാവുള്ളൂ. കറക്റ്റ്. അല്ലാതെ നാച്ചുറൽ ഫോറസ്റ്റ് എന്ന് പറയുമെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ കരം എത്താത്ത ഒരു സ്ഥലവും ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ഫോറസ്റ്റ് ഫയർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോറസ്റ്റ് ഫയർ ആണല്ലോ. ഇപ്പോൾ കാലിഫോർണിയ ഫയർ വന്നില്ലേ, വന്നിട്ട് അവിടുന്ന് ഫയറും വിൻഡും കൂടെ ഒരുമിച്ച് വന്നു. അതുണ്ട്. അപ്പോൾ തീക്കാറ്റ് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. തീ കൊണ്ടുപോയിട്ട് കാലിഫോർണിയയിലെ സാക്ഷാൽ ബോളിവുഡിൽ ചെന്ന് വീണു അല്ലേ. അവിടുത്തെ വലിയ വലിയ നടന്മാരുടെയും ഒളിമ്പിക് വീരന്മാരുടെയൊക്കെ വീടുകൾ കത്തിപ്പോയി. അപ്പോൾ
ഈ വനങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. പണ്ട് വനങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. അത് നമ്മുടെ വരുമാനത്തിൻ്റെ മാർഗമായിരുന്നു. വനം നമുക്ക് നേരിട്ട് ട്രഷറിക്ക് പണം തന്നിരുന്നൊരു സാധനമാണ്. കൂപ്പുലേലങ്ങൾ നമ്മുടെ സിനിമയിലും നാടകത്തിലൊക്കെ അടുത്ത കാലം വരെ ഉണ്ടല്ലോ, കൂപ്പുകൾ മരം മുറിക്കുക. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ പണം കാട്ടിലേക്ക് പോയാലേ കാട് നിലനിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ കാട് മാനേജ് ചെയ്യേണ്ടി വരില്ലേ? അത് എനിക്ക് തോന്നുന്നു ശ്രീ സുധാകരൻ അത് വളരെ കൃത്യമായിട്ട് ആദ്യത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഇത് നിങ്ങൾ മാനേജ് ഈ നിയമത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി വളരെ പരിമിതികളുണ്ട്. വനത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതില്ലേ? ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രോസസ്സ് നമ്മൾ വനത്തിലേക്ക് പോകുന്നത് മാറി വനം ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നമ്മുടെ തോട്ട് പ്രോസസ്സും റിവേഴ്സ് ചെയ്യേണ്ടതില്ല. നമ്മൾ ക്യാരിയിങ് കപ്പാസിറ്റിയെ കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മളെ ക്യാരിയിങ് കപ്പാസിറ്റിയെക്കാളും കൂടുതൽ എന്താണ് വനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാൻ? എന്താണ്? ഇതൊക്കെ പ്ലാനാണ്. ഞാൻ വനത്തിൻ്റെ ചുമതലയുള്ള മെമ്പറായിരുന്നു 10 കൊല്ലം. ഓക്കെ. അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന ഒരു പ്ലാൻ ഡിസ്കഷൻ എന്ന് പറയും. അപ്പോൾ അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാരൊക്കെ വന്നിട്ട് മെമ്പർമാരായിട്ടും പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനൊക്കെയുള്ള ചർച്ചയാണ്. അപ്പം അന്ന് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു ഏത് വനം മാനേജ് ചെയ്യാൻ. ഇപ്പം പ്ലാൻ ഉണ്ടോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. പ്ലാനേ പൊളിഞ്ഞു പോയി. എങ്ങനെ പൊളിഞ്ഞത്? ഇവിടെ പ്ലാൻ മുഴുവൻ കട്ട് ചെയ്തില്ലേ? ഫണ്ടിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫണ്ടിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫണ്ടല്ലേ. ഇവിടെ വൈൽഡ് ലൈഫുകാർക്ക് പോളിസിയുടെ പ്രശ്നമല്ലേ? പോളിസി ഇസ് എ കോസ്റ്റ് ഓഫ് മണി, ഹ്യൂജ് മണി വേണം. ഇവിടുത്തെ ഇന്നത്തെ പിണറായി വിജയൻ 2ാം ഗവൺമെൻറ് പ്രത്യേകിച്ചും പ്ലാനിനെ കൊന്നു. ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാണ് കിഫ്ബിയിൽ കൂടെ, പ്ലാനല്ല ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു MLA വനം മാനേജ് ചെയ്യുന്ന എഴുതി കൊടുക്കുമോ? ജനറലി പോപ്പുലർ കാര്യങ്ങളല്ലേ പറയുള്ളൂ. അല്ലത് MLA-മാർക്ക് പറയാമല്ലോ. ഇപ്പം ഞാൻ വരുന്ന പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. അവിടെ ആളുകൾ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളെ പറയാം, റോഡ്, വീട്, അങ്ങനത്തെ കാര്യങ്ങളെ പറയാം. ഇപ്പം എത്ര സീരിയസ് ആയ ഒരു അല്ല, ഇത് പ്ലാനിംഗ് ബോർഡും പ്ലാനിംഗ് പ്രോസസ്സും ഇന്ത്യയിലെ മനോഹരമായ ഒരു മെത്തേഡായിരുന്നു. അത് മോഡി അവിടെ പൊളിച്ചു. പ്രോജക്റ്റായി. ഇവിടെയും പ്രോജക്റ്റായി. പ്ലാനിംഗ് ബോർഡിൻ്റെ റോള് ഇവിടെ ഇപ്പോൾ ഈ പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ പ്ലാൻ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനമായിട്ട് തന്നെ ഞാൻ അതിനെടുക്കും. അതിന് പ്രോജക്റ്റായിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ വനം എന്ന് പറയുന്ന പ്ലാൻ, വനത്തിനകത്തുള്ള പ്ലാനുകൾ ഇൻവിസിബിളും ഇൻടാഞ്ചിബിളുമാണ് പലതും. ഇപ്പോൾ കടുവ വെള്ളം കുടിക്കുന്ന ആരെയും കാണുമോ? കടുവ വെള്ളം കുടിക്കുന്നത് നമ്മുടെ വിഷയമാണോ? പക്ഷെ കടുവ വെള്ളം കുടിക്കാത്തതാണ് നമ്മുടെ വിഷയം. ആനയ്ക്ക് ചക്ക കിട്ടേണ്ടത് നമ്മൾ പറയും ആനകൾക്ക് ചക്ക കൊടുക്കണമെന്നുണ്ട് സമരമുണ്ടോ? പക്ഷേ ആനകൾക്ക് ഫുഡില്ല. അതാണ് അരി തിന്നാൻ വരുന്ന അരിക്കൊമ്പൻ, ചക്ക തിന്നാൻ വരുന്ന ചക്ക. അതിൻ്റെ അകത്ത് പ്രശ്നം വെച്ചിട്ടുണ്ട്. അത് ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നത്. താങ്കൾ പലതവണ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞല്ലോ. ഇവർ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടില്ലേ? പന്നി ഒഴികെയുള്ള ഒരു മൃഗത്തിനും വലിയ വർധനമൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ പറയൂ. ഇല്ല. കടുവകൾക്ക് പോലും ഉണ്ടായിട്ടില്ല. കടുവകൾക്ക് നാമം മാത്രമാണ്. അതായത് ടൈഗർ പ്രോജക്റ്റിന് വരുന്നതിന് മുമ്പ്, ഇന്ത്യ ടൈഗർ പ്രോജക്റ്റ് വരുന്നതിന് മുമ്പ് കടുവകൾ തീരെ ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. ഇപ്പോൾ കടുവകളെ പോച്ചി എന്നൊക്കെ നിർത്തി അതിൽ മനോഹരമായിട്ട് പ്രോജക്റ്റ് നമ്മുടെ കുമിളിയിലെ ഈ പോച്ചർമാരുണ്ടല്ലോ, പോച്ചർമാരെ കൺവെർട്ട് ചെയ്തിട്ട് അവർ വനപാലകരായിട്ടോ അല്ലെങ്കിൽ ഗൈഡുകളായിട്ട് മാറി. ഇതൊരു എക്സലൻറ്റ് പ്രോജക്റ്റ്. പക്ഷേ നിങ്ങളൊരു കടുവ അവിടെ വർദ്ധിച്ചു എന്നുള്ള ആർഗ്യുമെൻറ്റ് ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ മാനേജ് ചെയ്യണം കടുവയുടെ ഫുഡ് എന്താണെന്നുള്ളത്. സ്മോൾ അനിമൽസിന് വെള്ളമുണ്ടോ? സ്മോൾ അനിമൽസ് കൂടിയോ കടുവയ്ക്ക് തിന്നാൻ പറ്റിയത്? ഒന്നുമില്ല. ആനയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ആനയുടെ പ്രധാന സാധനം ചക്ക, കരിമ്പ്. അങ്ങനെയാണോ ഗ്ലോബലി ഈ പ്രശ്നം മാനേജ് ചെയ്യുന്നത്? അത് നമ്മൾ വനത്തിലേക്ക് ഇറങ്ങി മൈക്രോ മാനേജ് ചെയ്യലാണോ ചെയ്യുന്നത്? ഗ്ലോബലി ഡിഫറൻ്റ് ആണ്. അതാ ഞാൻ പറഞ്ഞ അർബനൈസേഷൻ ത്രെട്ട്. 70% പേരും അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു നാട്ടിൽ ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. അതല്ല, ഇപ്പോൾ ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? കേരളത്തിൻ്റെയൊക്കെ അത്ര പോലൊരു സ്ഥലത്ത് നാഷണൽ പാർക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ? ലാൻഡുണ്ട് അവർക്ക്. ലാൻഡുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വനത്തിനകത്തുള്ള വനവിദഗ്ധരും അവരുടെ മനസ്സിൽ ആരോടും പറയാതെ വെച്ചിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറയാം. എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ്.
അവർക്ക് വയനാടിനെ നാഷണൽ പാർക്ക് ആക്കണം. അതാണ് മനസ്സിലായോ? ആ അപ്പോൾ അടിവാരത്ത് അവസാനിച്ചു കേരളം, പിന്നെ ടിക്കറ്റ് എടുത്ത് പോകണം. ശരിയാണോ? ആ പോളിസി അല്ലേ നമ്മൾ ആ policy അത് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ എൻ്റെ ചോദ്യം. അതല്ല സർക്കാർ, ഞാൻ ഫൊർഗെറ്റ് അബൌട്ട് സംസ്ഥാനം കേന്ദ്രം, ഇതെല്ലാം ഒരു ഭാഗത്തിൻ്റെ ഒരു മരത്തിൻ്റെ രണ്ട് കൊമ്പാണല്ലോ. ഇതിൽ പൊളിറ്റീഷ്യൻസ് എന്നുള്ള നിലയ്ക്ക് കേന്ദ്രത്തിൻ്റെ ആവട്ടെ സംസ്ഥാനത്തിൻ്റെ ആവട്ടെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നമുക്കിത് സാധിക്കുമോ? ഇടുക്കി ജില്ലയെ ഒരു നാഷണൽ പാർക്കാക്കുന്നു. അപ്പോൾ തൊടുപുഴ വരെയേ ഉള്ളൂ ആൾ താമസം. ഓക്കെ, അപ്പോൾ അത് അഫോർഡബിൾ അല്ല. അപ്പോൾ അഫോർഡബിൾ അല്ലാത്ത ഒരു പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല, നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പോൾ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് 100 കൊല്ലത്തേക്കെങ്കിലും ഇത് നടക്കില്ല. ഇപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് ലോങ് റൺ ഓൾ ആർ ഡെഡ് എന്ന് പറഞ്ഞ പോലെ നമ്മളതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. അതാണ് ഞാൻ ചോദിക്കുന്നത്. പൊളിറ്റിക്കലി നിങ്ങൾക്കത് ആ ശരിയായ മെസ്സേജ് ആണോ നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് വളരെ പൊളിറ്റിക്കലി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ലാർജർ പോളിസി വരേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ കേന്ദ്ര സർക്കാരിനെ ഇതിനെ വെറുതെ വിടുകയല്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഈ വിഷയങ്ങൾ പറയണ്ടേ. പിന്നെ ഈ IFS എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വകുപ്പല്ല. അത് എനിക്ക് തർക്കമേ ഇല്ല. കാരണം ആ നിയമം കേരളത്തിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മുഴുവൻ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമമായിരുന്നു അത്. ഞാൻ 100% അത് അംഗീകരിക്കുന്നു. ആ വനഭേദഗതി നിയമം എന്നുള്ളത് ഇപ്പോഴത്തെ ഇപ്പൊ പിൻവലിച്ച അബോർട്ട് ചെയ്ത ആ നിയമം, അത് നമുക്ക് സാധാരണതയും മനുഷ്യാവകാശങ്ങളുള്ള ഒരു നാട്ടിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിയമമായിരുന്നു അത്. ഞാൻ അതിനെതിരെ വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ വരേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നമ്മൾ അതല്ല കണ്ടത്. അത് നിങ്ങളത് പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ ആരോപണം. അല്ല, പൊളിറ്റിസൈസ് ചെയ്യണമല്ലോ, പൊളിറ്റിക്കലായ കാര്യങ്ങൾ പൊളിറ്റിസൈസ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയം വേണ്ടേ? അത് വെറുതെ പൊട്ടിമുളയ്ക്കുകയാണോ? ഇപ്പോൾ വഴുതക്കാടാണ് എൻ്റെ വീടിനടുത്താണ് വനം വകുപ്പുള്ളത്. അപ്പോൾ അതിൽ IFS എന്ന് പറയുന്നൊരു സർവീസ് ഉണ്ടല്ലോ, അത് ചെറിയൊരു സർവീസ് അല്ല, ഒട്ടുമല്ല. ഇപ്പോൾ പൊതുവെ ആളുകൾക്ക് IAS IPS കുറിച്ച് അറിയാം. പക്ഷെ IFS എന്ന് പറയുന്നത് ലോങ് ടേം പ്ലാനുള്ള അവരുടേതായ ഹൃദയവും ബുദ്ധിയൊക്കെ ഉള്ള ആളുകളാണ്. മാത്രമല്ല അവർ വർക്ക് ചെയ്യുന്ന കേന്ദ്ര നിയമത്തിൻ്റെ കീഴിലാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല അതിൽ മിക്കവരും എന്ന് തന്നെ പറയാം, പണ്ടൊക്കെ അതിൽ വലിയ കറപ്റ്റായിട്ടുള്ള ആൾക്കാരായിരുന്നു IFS-ൽ. എനിക്ക് നേരിട്ട് അറിയാം. ഇപ്പോൾ അങ്ങനെയൊന്നല്ല. ഇപ്പോൾ അവർ വളരെ സിൻസിയറാണ്. അവരെ കോഴ്സിനോട് സിൻസിയറായിട്ടാണ് ആ കോഴ്സിന് തന്നെ പോയിട്ട് എടുക്കുന്നത്. ആ പരീക്ഷകളൊക്കെ എഴുതി അവർ വളരെ സിൻസിയറായിട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അവരോട് സംസാരിക്കണ്ടേ? ഇവിടെ പോസിബിൾ അല്ലാത്ത ഒരു കാര്യം ചെയ്താൽ തിരിച്ചടി ഉണ്ടാവും. അതാണ് ഞാൻ ഗാഡ്ഗിലിനെ വിമർശിച്ചത്. ഞാൻ ഈ യാത്രയിൽ ഗാഡ്ഗിലിനെ ഇച്ചിരി, ഞാൻ പറയാൻ പാടില്ല, ഇച്ചിരി മോശമായിട്ട് അത് ഞാൻ പിൻവലിക്കുകയോ അല്ലെങ്കിൽ എനിക്കതിനെ ഐ ഫീൽ അത്രയും ഒരു പൊതുയോഗത്തിൽ പറയാൻ പാടില്ല. പക്ഷേ ഗാഡ്ഗിൽ വന്ന സമയത്തുണ്ടായ പ്രശ്നം, നമ്മൾ പതുക്കെ ഈ യാഥാർത്ഥ്യവുമായിട്ട്, എൻവയോൺമെൻ്റ് എന്നുള്ള റിയാലിറ്റിയുമായിട്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന പോളിസിയുമായിട്ട് കേരളം പതുക്കെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ട് വന്നതോടുകൂടി ഒരു അണക്കെട്ട് പൊട്ടിയ പോലായി. അപ്പം അതിൽ ഞാൻ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഗാഡ്ഗിൽ, അദ്ദേഹം പറയേണ്ടതിലധികം പറഞ്ഞു. അപ്പം ഞാൻ കൃത്യമായിട്ട് പറയും, എന്നെ പലരും ഇപ്പോൾ T. പത്മനാഭനയുടെ എൻ്റെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ജോൺ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞ വാക്കുകൾ ഹാർഷായിട്ടുള്ള വാക്കുകൾ പറയാൻ പാടില്ല, ഞാൻ പറയാറില്ല. ഐ എം സോറി. പക്ഷേ ഫാക്ട് ഓഫ് ദ മാറ്റർ ഈസ് തൃശ്ശൂർ താലൂക്കിൽ വനമുണ്ട്, പീച്ചി, അത് B ക്ലാസ് ആക്കി. തൃശ്ശൂർ താലൂക്കിലാണ് വനം, അപ്പോൾ പട്ടണവും കൂടെ B ക്ലാസ്സായി. അപ്പോൾ അദ്ദേഹം താലൂക്ക് അടിസ്ഥാനത്തിൽ ഇത് എടുത്തു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, അട്ടപ്പാടി ബ്ലോക്ക് പോലും 2 ക്ലൈമറ്റാ. താലൂക്കല്ല, മണ്ണാർക്കാട് താലൂക്കല്ല. ഒന്ന് മഴനിഴൽ പ്രദേശവും ഒന്ന് റെയിൻ ഫോറസ്റ്റുമാണ്. മുള്ളംകൊല്ലി പഞ്ചായത്ത് വയനാട്ടിൽ അറിയാലോ, പുൽപ്പള്ളി മുള്ളംകൊല്ലി. ആ മുള്ളംകൊല്ലിയിലെ 2-3 വാർഡുകൾ മഴനിഴലാണ്. വലിയ ശുദ്ധജലക്ഷാമമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. എന്താ പാലക്കാട് ജില്ലയിലെ സ്ഥിതി? ഇഷ്ടംപോലെ മഴ കിട്ടുന്ന സ്ഥലമാണ് ചിറ്റൂർ അല്ലെങ്കിൽ ആലത്തൂർ, ആ ഭാഗത്തൊക്കെ. അങ്ങോട്ട് വടകരപ്പതി ചെല്ലുമ്പോഴോ പ്രശ്നമുണ്ട്. വടകരപ്പതി ചെല്ലുമ്പോൾ മഴയില്ല.
വരൾച്ച കണ്ടീഷൻ വന്നാൽ നല്ല ഡ്രോട്ട് വരും. അവിടെയാണ് കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സബ് സർഫസ് ഡാം ഉള്ളത്. അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആ ഉണ്ട്, സബ് സർഫസ് ഡാം. മുകളിലേക്ക് കാണില്ലേ, താഴെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ കേരളം വളരെ മൈക്രോ ലെവലിൽ വ്യത്യസ്തമാണ്. നമ്മുടെ ഭാഷ പോലെയാണ്. കുന്നംകുളത്തെ ഭാഷയല്ല തൃശ്ശൂർ, വടകര ഭാഷയല്ല കോഴിക്കോട് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ 25 കിലോമീറ്റർ ലെങ്ത്തിൽ നോക്കുമ്പോഴും ഓരോ ക്ലൈമറ്റ് മാതിരിയാണ് അല്ലേ? മൈക്രോ കമ്മ്യൂണിറ്റി. കറക്റ്റാണ് ജോണിൻ്റെ. ശ്രീ ജോൺ, താങ്കളുടെ രാഷ്ട്രീയ ആരോപണം എന്നുള്ളത് ഈ അവസ്ഥയെ കേരളത്തിലെ വനം വകുപ്പും അല്ലെങ്കിൽ കേരളത്തിൻ്റെ IFS പിന്നെ അവരുടെ ഇൻ്റൻഷൻസ് എത്ര ശരിയാണെങ്കിലും അവർ മാനേജ് ചെയ്യും മനുഷ്യരുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ സർക്കാരേ ഉണ്ടായിട്ടില്ല, എന്നിട്ടുണ്ട് ഇടപെടലുണ്ടാവുന്നത്. ഇപ്പം രണ്ടാം പിണറായി സർക്കാരിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഡെഡ് ബ്ലോക്സ് ആണ്. മരമൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ കല്ലായിലൊക്കെ കിടക്കില്ലേ, അതിങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല, വെറുതെ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലേബർ എടുക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പല്ലേ ലേബർ. എന്താ ക്ഷേമനിധികളുടെ സ്ഥിതി? താങ്കൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. ക്ഷേമനിധികൾ മുഴുവൻ പൊട്ടി. എങ്ങനെയാണ് അത് പൊട്ടേണ്ട ആവശ്യം? അതാ ചോദിച്ചാണ്, ആരായാലും മൈൻഡ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു യൂണിയൻ്റെ സെക്രട്ടറിയാണ്, HMSൻ്റെ ഓൾ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണെന്നുള്ളതല്ല പ്രധാനം. ഒരു പാവപ്പെട്ട തൊഴിലാളികൾ അംഗങ്ങളായ ഒരു യൂണിയൻ്റെ സെക്രട്ടറിയാണ് ഞാൻ, കണക്ക് കൊടുക്കുന്ന യൂണിയൻ്റെ. ഇപ്പം അവരൊന്നും നമ്മുടെ സമരത്തിന് തന്നെ വിളിച്ചാൽ വരുന്നില്ല. അവർക്ക് ട്രേഡ് യൂണിയനിലും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ വിഷയങ്ങൾ ഉയർത്താത്തതുകൊണ്ട് ഞാനൊരു തൊഴിലാളി സംഘടനയും ഈ കാര്യങ്ങൾ പറഞ്ഞ് സമരം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ ഞാൻ തന്നെ ഇവിടെ നിരാഹാരം കിടന്നു. പക്ഷേ നമ്മുടെ സൈക്കിളിലേക്ക് അത് കയറുന്നില്ല. നമ്മുടെ പൊളിറ്റിക്കൽ സൈക്കിളിലേക്ക് കയറാത്തതിൻ്റെ പ്രശ്നമുണ്ട്. സെൽഫ് ക്രിട്ടിക്കലാണ് ഞാനതിൽ. ഇപ്പോൾ എൻ്റെ പ്രതിപക്ഷം മൊത്തത്തിലും ആ വിഷയം എടുക്കേണ്ട പോലെ എടുത്തോന്ന് ചോദിച്ചാൽ ട്രേഡ് യൂണിയൻസ് CITU, ഇപ്പോൾ മേജർ യൂണിയനല്ലേ CITU. ഇപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് ഇപ്പോഴത്തെ പോലെ ഇപ്പോൾ SFI KSU ഉള്ള സംഘടനയൊന്നുമില്ല. സത്യത്തിൽ തൊഴിൽ രംഗത്തുള്ള ട്രേഡ് യൂണിയനുകൾ വളരെ സെൻസിബിളായിട്ടാണ് പെരുമാറുന്നത്. ഈ CITU, BMS, ATUC, INTUC എല്ലാം ഒരുമിച്ചല്ലേ ഇരിക്കണേ. ATUC അല്ലേ ഈ അടുത്ത കാലത്തുണ്ടായ വലിയൊരു പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ CITU ATUC ഭരണകക്ഷിയിലായി അല്ലേ? പക്ഷേ ഈ പ്രശ്നങ്ങൾ അവർ ഉയർത്തുന്നില്ല എന്നാണോ? എവിടെ ഉയർത്തുന്നത്? 15 മാസമായി ശമ്പളം കിട്ടിയിട്ട്, പെൻഷൻ കിട്ടിയിട്ട്. നിർമ്മാണ തൊഴിലാളിയിൽ 20 ലക്ഷം മെമ്പറും 3 ലക്ഷം പെൻഷൻകാരുമാണ്. 7 ലക്ഷം പേരാണ് തയ്യൽ തൊഴിലാളി ചേർന്നിട്ടുള്ളത്. ഹൂ ഈസ് ബോതേഡ്? അപ്പോൾ ഞാനതിലേക്ക് മാറിപ്പോവല്ല. മനസ്സിലായി. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഡെഡ് ലോക്സാണ്. അപ്പോൾ വനം അങ്ങനെയല്ല, വളരെ ആക്റ്റീവാണ് അവർ. അവരുടെ ഭാഗത്തുനിന്നാണ്. പക്ഷെ അവരോട് മനുഷ്യരുടെ കാര്യം പറയാൻ ആളില്ല. വനം മന്ത്രി ഞാൻ പേഴ്സണലായിട്ട് എടുക്കല്ല. തീർച്ചയായിട്ടും അല്ല. വനം മന്ത്രി ആണോ എന്നുള്ളത് എല്ലാ ദിവസവും ഒന്നും ഓർമ്മയില്ല. ചില ദിവസമൊക്കെ മുമ്പർക്ക് ഓർമ്മയുണ്ടാവും എന്നാൽ ഞാൻ വിചാരിക്കുക. എനിക്ക് വളരെ അടുപ്പുള്ള ആളാണ് ശശീന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും സീനിയറായ പൊളിറ്റിക്കൽ ലീഡറാണ് അല്ലേ? അപ്പം ഞാൻ വന്ന് മന്ത്രി ആയതുകൊണ്ടാണോ ആന ഇറങ്ങുന്നതെന്നൊക്കെ ചോദിച്ചാൽ എന്താ ചെയ്യുക? ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനും നമ്മുടെ വിഷയമാണ് അല്ലേ? അതേസമയം പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫാർമർ അതും അതുപോലെ തന്നെ വിഷയമാണ്. ഫാമറിന് മാത്രം പ്രശ്നങ്ങളല്ലത്, ഇവിടെ ജീവിക്കുന്ന മറ്റ് ഫാർമേഴ്സ് അല്ലാത്ത മനുഷ്യരുടെയും പ്രശ്നങ്ങളാണത്. പിന്നെ എന്താ സംശയം? ഈവൻ നമ്മുടെ ഏറ്റവും വലിയ ഇൻകമായിട്ട് ഇപ്പോൾ വയനാട്ടിലൊക്കെ ടൂറിസം വന്നു. ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ഇപ്പോൾ പോകണ്ടോ? എൻ്റെ പ്രശ്നം അതാണ് ശ്രീ ജോൺ. ഞാൻ ഇതിൽ മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ സീരിയസ് ആയിട്ട് ജീവിത പ്രശ്നങ്ങളെ ബാധിക്കുന്ന കാര്യത്തിൽ UDFനെയോ പ്രതിപക്ഷത്തെയോ സമരരംഗത്ത് കാണാറില്ല. അതേസമയം വളരെ ഫ്ലിംസി ആയിട്ടുള്ള പല രംഗത്തും നിങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങൾ പോയി തല്ലിമേടിക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ ചെയ്തത് വളരെ സീരിയസ് അല്ലേ? അതിനു മുമ്പേ തന്നെ ആ നിയമം സർക്കാർ പിൻവലിച്ചിരുന്നു. ഞങ്ങൾ ഡിക്ലെയർ ചെയ്തതിനു ശേഷമാണ് പിൻവലിച്ചത്. ഐ എം ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. എനിക്ക് അതിൻ്റെ ഇന്റേണൽ ഇൻഫർമേഷനും ഉണ്ട്. ഞാനതോട് മുഖവിലക്കിടയ്ക്ക് അറിയോ, ഈ നിയമവും പിൻവലിക്കാതെ ഞങ്ങളെ വിട്ടിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. പ്രത്യേകിച്ച് അതിന് ഒരു പാർട്ടി ഉണ്ട് അതിനകത്ത്, കേരള കോൺഗ്രസ്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് മേലോടെ നിൽക്കാൻ പറ്റില്ല.
എൻ്റെ പോയിന്റ് അതാണ്. അത് അവിടെ നടന്ന ഇന്റേണൽ ഡൈനാമിക്സിന്റെ ഭാഗമായിട്ടല്ലേ അത് നിങ്ങൾക്ക്. അല്ല, ഞങ്ങൾ ഉയർത്തിയ ആ ക്യാമ്പയിൻ അവർക്ക് പൊള്ളി, മനസ്സിലായോ? അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ പേരിൽ എത്ര വോട്ട് അധികം കിട്ടും കുറവ് കിട്ടും അതൊക്കെ ഡിഫറെൻറ്റ് പോയിൻ്റാണ്. പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ട ധർമ്മം ചെയ്തു. ഇത് 2 മാസം കഴിഞ്ഞ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? മഴക്കാലം വന്നതിൻ്റെ പ്രശ്നം തീർന്നു. ഒരു കാര്യമില്ല, ഇത് തന്നെ ലേറ്റ് ആയെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ അടുത്തതിലേക്ക് വരാം. എനിക്ക് ഈയിടെ സാധാരണഗതിയിൽ UDFിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നേതാവ് പറഞ്ഞ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യമായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യം ആകാം എന്ന്. ശ്രീ CP ജോണിൽ നിന്നാണ് അങ്ങനൊരു പ്രസ്താവന വളരെ പ്ലെയിനായിട്ട് വരുന്നത്. ശ്രീ CP ജോണിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വരുന്നത് ഇപ്പം നമ്മൾ CPMൻ്റെ ബദൽ രേഖയുമായി ബന്ധപ്പെട്ട് മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് CPM അകത്തുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടാണ് CMP ഉണ്ടായതും താങ്കളടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ വേറൊരു നിലപാടെടുക്കുകയും UDFിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോഴൊക്കെ മുസ്ലിം രാഷ്ട്രീയത്തെയും ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെയും വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ പൊതുവെ രാഷ്ട്രീയക്കാർ കണ്ടിരുന്നത്. എങ്ങനെയാണ് ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ സെക്യുലർ പൊളിറ്റിയിൽ ഒരു സ്പേസ് ഉണ്ട് എന്ന് നിങ്ങൾ പറയാൻ എന്താണ് കാരണം? ഞാൻ വിശദമായിട്ട് പറയാം. ഞാനിത് കൃത്യമായിട്ട് ഞങ്ങളുടെ പാർട്ടി രേഖകളിലൊക്കെ ഇത് ഉണ്ടെങ്കിലും ഞാനും എൻ്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള CA അജീറും അവിടുത്തെ നമ്മുടെ ലീഡറായിട്ടുള്ള സുനിലും കൂടി പത്രസമ്മേളനം നടത്തി കണ്ണൂർ. December 27th ആണ് ആ പത്രസമ്മേളനം. അപ്പോൾ കണ്ണൂർ നമ്മൾ പോകുമ്പോൾ രാഷ്ട്രീയമാണ് പറയുക. രാഷ്ട്രീയത്തിൽ കുളിച്ച് ഊറി തൊടുന്നൊരു സ്ഥലമാണല്ലോ കണ്ണൂർ. അപ്പോൾ കണ്ണൂർ പ്രസ് ക്ലബ്ബ് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു സ്ഥലമായിട്ട് നമ്മളും കരുതിയിട്ടുണ്ട്. കേൾക്കേണ്ട സ്ഥലമെന്ന് അവർക്കും അറിയാം. അല്ലാതെ നമ്മളൊരു പ്രോജക്റ്റ് ഒന്നും പറയാൻ പോയതല്ല. അപ്പോൾ അവിടെ വെച്ച് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയുള്ളൂ. പിന്നെ ഡൽഹി ഇപ്പോഴല്ലേ കഴിഞ്ഞത്. ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് December 27. 1 മാസം കഴിഞ്ഞല്ലോ, 1.5 മാസമായി. അപ്പം ഞാനതിൽ പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ BJP വേരുറപ്പിക്കുകയാണ്. അവർ വളരെ സമർത്ഥമായി ഇന്ത്യ മുന്നണിയിൽ നിന്ന കക്ഷികളെ കൂടി അടർത്തിയെടുത്തു. അല്ല ബീഹാർ, ആ ശബ്ദമാണല്ലോ ഇത്തവണത്തെ ബജറ്റിൽ നമ്മൾ കേട്ടത്, ബീഹാർ. അപ്പോൾ ബീഹാറിനെ അവരെടുത്തു. അതിനുവേണ്ടി അവർ ഭാരതരത്ന ഉപയോഗിച്ചു അല്ലേ, കർപ്പൂരി താക്കൂറിന്. മാത്രമല്ല UPയിൽ ചരൺ സിംഗിന് ഭാരതരത്നം കൊടുത്തു അല്ലേ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വളരെ ചെറിയ പാർട്ടിയല്ല. UPയിലെ ചില പ്രദേശങ്ങളിൽ ശക്തമായ അടിത്തറയുള്ള, നമുക്കിവിടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പോലുള്ള ഒരു പാർട്ടിയാണത്. കർഷക പാർട്ടിയാണല്ലോ. അവർ എടുത്തില്ലേ. അപ്പോൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അത് കഴിഞ്ഞപ്പോൾ ഹരിയാനയും മഹാരാഷ്ട്രയും വന്നപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒരു ഫാസിസത്തിലേക്ക് അവർ അറിഞ്ഞും അറിയാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവർണൻസ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്, അതിനെ ഡിസ്ലോഡ്ജ് ചെയ്യണമെങ്കിൽ, അതിനെ മാറ്റണമെങ്കിൽ ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ടേ ഇലക്ഷൻ ഉള്ളൂ. പക്ഷെ ഇപ്പോഴേ തുടങ്ങണം. എങ്ങനെ? അതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ശത്രുവിൻ്റെ ശക്തിയും അതിൻ്റെ എണ്ണവും കുറയ്ക്കണം. ശത്രുവിൻ്റെ ശക്തി കുറയ്ക്കണം, ശത്രുക്കളുടെ എണ്ണവും കുറയ്ക്കണം. അവരെ കൂടെ നിൽക്കുന്ന അല്ലേ. അത് മാവോക്കെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇവരെ ശക്തമായി എതിർക്കുന്നവരുടെ എണ്ണം കൂട്ടണം. ഓക്കെ. അപ്പോൾ അതിൽ മൈനോറിറ്റി എന്ന രീതിയിൽ പലരും ഉണ്ട്. ഈ ഒരു അജണ്ടയിൽ ആര് വന്നാലും അവരെ ഓടിച്ചുവിടണ്ട. ഈ അജണ്ടയിൽ, ഏത് BJPയെ ഡിസ്ലോഡ് ചെയ്യുക എന്നുള്ള അജണ്ടയിൽ ആദ്യം വേണ്ടത് ഹിന്ദു OBCയെ കൂടുതൽ ചേർക്കലാണ്. നമ്മൾ മൈനോറിറ്റിയിലേക്ക് നോക്കിയാലോ, ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ വന്നു. അതിനെക്കുറിച്ചാണല്ലോ പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ പറഞ്ഞത് പാലക്കാട് ഇലക്ഷന് ശേഷമാണ്, December 27 ഞാൻ പറഞ്ഞത്. പാലക്കാട് അനുഭവം എന്തായിരുന്നു? പാലക്കാട് അനുഭവത്തിൽ മുസ്ലിം സംഘടനകളായാലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന സംഘടന XYZ, ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ദ നെയിം, ആ സംഘടനകളെ ഒന്നിച്ചണി നിരത്തി. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുക? ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ദ നെയിം എന്ന് പറയുന്നു. ടൈമിങ് എന്ന് പറഞ്ഞാൽ BJPയെ മാറ്റണോ? BJP ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. BJP അല്ല, ഒരു മിനിറ്റ്. BJP ഇപ്പോൾ പാലക്കാട് ജയിച്ചപ്പോൾ എന്താണ് ജോണെ പ്രശ്നം?
എന്നാണ് നിങ്ങൾ ചോദിക്കുക. എനിക്ക് വേറെ ആൻസറാണ്. എനിക്ക് ആ ചോദ്യമില്ല. എൻ്റെ ചോദ്യം, നിങ്ങൾ അറിയാതെ ചോദ്യമാണ് ചോദിക്കണത്. ആ ചോദ്യമേ ഇല്ല. ജേക്കബ്, മൈ പോയിന്റ് ഈസ്, നിങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ജയിക്കണം. യുദ്ധത്തിലും പ്രേമത്തിലും വേറെ നിയമങ്ങളൊന്നുമില്ല. പ്രേമിച്ചാൽ വിവാഹം കഴിക്കണം, യുദ്ധം ചെയ്യാൻ തോക്കെടുത്താൽ ശത്രുവിനെ ഫിനിഷ് ചെയ്യണം. ഇതാണ് എൻ്റെ നയം. അപ്പോൾ അതുകൊണ്ട് അവരെ ഇപ്പം എന്താ CPM ചെയ്യണേ? എനിക്ക് ഒരൊറ്റ ചോദ്യമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് RSSനെ നേരിടുന്നത്? ആ ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എനിക്ക്. ഈ കാര്യമാണല്ലോ ബദൽ രേഖയിൽ വന്നത്. ഈ കാര്യം അല്ലല്ലോ ബദൽ രേഖയിൽ വന്നത്. ഇതിന്റെ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് എത്ര സീറ്റാ BJPക്ക്? ഇല്ല, ഇൻസിഗ്നിഫിക്കന്റ് ഒന്ന് കൂട്ടിക്കോ. എത്ര സീറ്റ്? ഇൻസിഗ്നിഫിക്കന്റ് ഒന്ന് കൂട്ടി. ഇന്ത്യയിൽ ആകെ 2 സീറ്റ്. പക്ഷേ അവിടെയാണ് ഞാൻ ഈ MV രാഘവൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഇടയ്ക്ക് എല്ലാ ദിവസവും ഞാൻ ആലോചിക്കും, എങ്ങനെ ഇയാൾക്ക് ഇത് ചിന്തിക്കാൻ പറ്റി. ഇപ്പം എല്ലാവരും ചോദിക്കുന്നില്ലേ, നിങ്ങൾ MV രാഘവൻ്റെ കൂടെ നിൽക്കേണ്ടിയിരുന്നോ? അപ്പോൾ ഞാൻ തിരിച്ചാ പറയുന്നത്, ഞാൻ നിന്നില്ലാതെ ഞാൻ എന്തൊരു പൊട്ടനാവുമായിരുന്നു. എൻ്റെ പൊസിഷൻസ് നഷ്ടപ്പെട്ട കാര്യമല്ല. 2 സീറ്റ് BJPക്കുള്ള കാലത്താണ് MVR പറഞ്ഞത്, EMSA ഇവരെ എതിർക്കുക എന്നത് നമ്മുടെ പാർട്ടി പരിപാടിയുടെ അടിസ്ഥാനമാണ്. അവരാണ് ഭരണാധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്ന വർഗീയ ശക്തികൾ, ഭൂരിപക്ഷ വർഗീയത, ഹിന്ദു വർഗീയതയല്ല. ഞാൻ അടിവരയിടുകയാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഭരണാധികാരം പിടിച്ചെടുക്കാൻ കഴിയൂ. അന്നൊരു ഭരണത്തിൻ്റെ അടുത്തൊന്നുമില്ല. പലപ്പോഴും, ടു ബി വെരി ഫ്രാങ്ക്, ഞങ്ങൾ CMP രൂപീകരിച്ചതിന് ശേഷം CPMുമായിട്ടുള്ള നിരവധി സംഘർഷങ്ങളുടെ സന്ദർഭങ്ങളിൽ BJP ആയിട്ടും പ്രാദേശികമായിട്ട് സഹകരിച്ചിട്ടുണ്ട് മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ. യെസ്, ഇപ്പോൾ തളിപ്പറമ്പ് തെരഞ്ഞെടുപ്പ് 89 നടന്നില്ലേ? അപ്പോൾ ഞങ്ങൾ മുന്നണിയിലില്ലല്ലോ. ഞങ്ങളെ കൊല്ലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പോയിന്റ് ഇതാണ്. അപ്പം ആ 86 പോലും ഞങ്ങളെടുത്തൊരു സമീപനം ഭൂരിപക്ഷ വർഗീയത ഇന്ത്യയിൽ ഒന്നാണെങ്കിൽ, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് സാങ്കല്പികമായിട്ട്, ഇപ്പോൾ മനസ്സിലായ ഏതാണ്? ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് അവിടെ ഉണ്ടെങ്കിൽ കൂട്ടുപിടിക്കുന്നൊരു തെറ്റുമില്ല. അതാണ് ഞങ്ങളുടെ പൊസിഷൻ. കാരണം നിങ്ങൾ സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്, അവിടെ ലൈബ്രറിയിൽ ഇരിക്കല്ല. നിങ്ങളവിടെ ഇപ്പോൾ ലോകത്തെ മുസ്ലിം പെൺകുട്ടികൾ നേരിടുന്നൊരു പ്രശ്നം എന്താ? ഒരു രാജ്യത്തെ എന്നാൽ തട്ടോടാൻ പറ്റില്ല, വേറെ രാജ്യത്ത് തട്ടോടാതിരിക്കാനും പറ്റില്ല. ഇത് ഉണ്ടുണ്ട്. ഒരു മുസ്ലിം ഗേൾ, ഒരു 18 വയസ്സ് 20 വയസ്സ് ഉള്ളൊരു കുട്ടിക്ക് ബാംഗ്ലൂരിൽ കൂടെ തട്ടിട്ട് നടക്കാൻ വയ്യ, ടെഹ്റാനിൽ കൂടെ ഇടാതെ നടക്കാനും വയ്യ. രണ്ടിനും ഞങ്ങളെതിരാ. അപ്പം അവിടെ നിങ്ങൾ പൊളിറ്റിക്കിങ് നടത്തുമ്പോൾ ഒരു അൺടച്ചബിലിറ്റി ഇല്ല. ഇൻ ക്രിട്ടിക്കൽ ടൈം നിങ്ങൾ തട്ടം ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കൊച്ചിനെ അടിക്കാൻ ചെല്ലുന്നു. ആ കൊച്ച് എന്താണ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ വേറെ ബുദ്ധിജീവികൾ ആ കുട്ടി ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചില്ല. അപ്പോൾ ഞാനിവിടെ സമരത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, ആ കുട്ടി വിളിച്ചത് അള്ളാഹു അക്ബർ എന്നാണ്, ഞാൻ കേട്ടത് ഇൻക്ലാബ് സിന്ദാബാദ് എന്നാണ്. എനിക്ക് തർക്കമേ ഇല്ല. അപ്പോൾ ആ കുട്ടി ജമാഅത്തെ ഇസ്ലാമിനെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആൻസർ മീ. ആ കുട്ടി ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ അതിന് വേറൊരു എന്തെങ്കിലും ഔട്ട്ഫിറ്റ് ആവട്ടെ, അതിൽപ്പെട്ടൊരു കുട്ടിയാണ്. ആ കുട്ടിയെ പിന്നെ അടികൊള്ളണേ കൊണ്ടോട്ടെ. ആ കുട്ടിയുടെ ആരാ പറഞ്ഞത് പോയി ചേരാനാണോ താങ്കൾ ചോദിക്കുന്നത്? ആ കുട്ടിയും ആ കുട്ടിയുടെ ഐഡിയോളജിയും തമ്മിൽ ഒന്നാക്കി കാണാൻ പാടുണ്ടോ? ആ കുട്ടിയുടെ ഐഡിയോളജിയുള്ള ആൾക്കാർ ഈ തല്ലാൻ വന്നവരെ എതിർത്താൽ അവരെ കൂടെ നിൽക്കും. ഞാൻ അവരെ കൂടെ നിൽക്കും. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ അവർ ഉപദ്രവിക്കുന്നു, ഹിന്ദുവാന്നുള്ളതിന് പേരിൽ. അവിടെ വിശ്വ ഹിന്ദു പരിഷത്തിനോ ഇനി RSS ആയിക്കോട്ടെ ഡാക്കയിലെ, ഞാൻ അവരെ കൂടെ നിൽക്കും. ദാറ്റ് ഇസ് മൈ പൊസിഷൻ. അതാ MVR പറഞ്ഞത് CPMനോട്. MVR പറഞ്ഞെന്താ അറിയോ? തളിപ്പറമ്പിൽ. അപ്പോൾ CPMകാർ വന്നു, അല്ല CPMകാരാണല്ലോ ആക്രമിക്കുന്നത്, BJPക്കാർ വന്നു, മുസ്ലിം ലീഗുകാർ വന്നു, കോൺഗ്രസ്സുകാർ വന്നു. ഞങ്ങളൊന്നിലും ഇല്ലേ, ഞങ്ങളൊറ്റയ്ക്ക് നിൽക്കുക. അപ്പോൾ MVRൻ്റെ പ്രസിദ്ധമായ പ്രസംഗമാണ്. എടാ ഞാൻ എന്താ ക്രൂഡായിട്ടാണല്ലോ പറയാം, ഞാൻ എന്താടാ ചെയ്യേണ്ടത്? നീ മാറി നിൽക്കടാ ലീഗുകാരാ, നീ മാറി നിൽക്കടാ കോൺഗ്രസ്സേ, നീ മാറി നിൽക്കടാ BJP. എൻ്റെ സഖാക്കൾ എന്നെ തല്ലിക്കൊല്ലട്ടടാ. ഞാൻ സഖാക്കളുടെ സ്വർഗത്തിലേക്ക് പോകണം. എനിക്കെന്താണ് അതിൽ കാര്യം? എനിക്കത് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്കിങ് എന്ന് പറയുന്ന വിഷയത്തിൽ അഗ്രസീവായി തെരുവിൽ വിവിധ തരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയതയുടെ
ഫാസിസത്തിൻ്റെ രൂപങ്ങൾ മുടിയഴിച്ചിട്ട് ആടിയാൽ ലഭ്യമായ എല്ലാ ശക്തികളെയും ഒന്നിപ്പിക്കണതിനെതിരായിട്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഫാസിസത്തെ എതിർക്കാനായിട്ട് ഫലപ്രദമായിട്ട് വന്നാൽ എനിക്ക് അവരെ തൊടാൻ വിഷമമില്ല. ഓക്കെ, പൊളിറ്റിക്കൽ പൊസിഷനാണ്. ഞാനൊരു കാര്യം പറയും, ലോകത്തെ ഏത് രാജ്യത്തെ ഫാസിസത്തെ നേരിടണമെങ്കിലും ഭൂരിപക്ഷ വർഗീയവാദത്തെ ന്യൂനപക്ഷത്തെ കൊണ്ട് മാത്രം നേരിടാൻ പറ്റുമോ? അല്ലല്ല. അപ്പൊ അതിനെന്താ വേണ്ടത്? ഭൂരിപക്ഷ മതവിഭാഗങ്ങളിലോ ഭാഷാവിഭാഗങ്ങളിലോ പെട്ട ആളുകളോട് രാഷ്ട്രീയം പറയണം. എന്താ രാഷ്ട്രീയം? ഇത് നിങ്ങളുടെ രാഷ്ട്രീയമല്ല ഈ ഫാസിസം. ഈ രാജ്യത്തെ ഹിന്ദു മനസ്സ് എന്ന് പറയുന്നത് ഫാസിസ്റ്റാണ്. ഒട്ടുമല്ല. അല്ല, മാത്രമല്ല ഇപ്പോൾ ജാതികൾക്കും ജാതിബോധത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു കുറവുണ്ടല്ലോ. ആ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്, പലതിനും ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടുത്തെ ജാതീയതയിൽ അളവിൽ കുറവ് വന്നിട്ടില്ലേ? സ്വഭാവത്തിൽ കുറവ് വന്നിട്ടില്ലേ? എന്നിങ്ങനെയാ അതിൽ ഇടപെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി ഇൻ്റർകാസ്റ്റ് മാരേജ് എടുക്കാം, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇപ്പോൾ പണ്ടൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് നടന്നാൽ വലിയ സംഘർഷമാണ് ഒരു പഞ്ചായത്തിൽ. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ വളരെ കുറഞ്ഞു. ഇപ്പോഴും ചിലർ മറ്റേ ജിഹാദ് എന്നൊക്കെ പറയും, കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് രാജ്യത്തെ ഭൂരിപക്ഷ മതമായ മുസ്ലിം മതം ബംഗ്ലാദേശിൽ, ആ ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ മുസ്ലിമിനോട് സംസാരിക്കണം, ഞങ്ങൾ ഇന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നിൽക്കുന്നത് എന്തിനു വേണ്ടി? ആത്യന്തികമായി നിങ്ങൾക്ക് വേണ്ടിയാണ്. ദാറ്റ്സ് മൈ പോയിന്റ്. എൻ്റെ പോയിന്റ്. അതുകൊണ്ട് നിങ്ങൾ ആരും അൺടച്ചബിൾ അല്ല. വെൻ ഫാസിസം ഓൺ ഇൻ ആക്ഷൻ, ഫാസിസമാണ് വരുന്നതെങ്കിൽ ആരും ഫാസിസത്തിനെതിരെ ഐക്യമുന്നണി അൺടച്ചബിൾ അല്ല. മൈ പോയിന്റ് ഈസ്, ഫാസിസം ആക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ XYZ ഇല്ല. എന്നാൽ ഫാസിസം ഒന്നുമില്ല, എല്ലാം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുകയാണ്. താങ്കൾ പറഞ്ഞ പോലെ ആരെ വേണമെങ്കിൽ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യാം. ഇപ്പം എമർജൻസി എടുക്കുമല്ലോ. താങ്കൾ ഞാനും എമർജൻസിയിൽ സജീവ, താങ്കളുടെ ചെറിയ കുട്ടിയാണെങ്കിലും ഞാൻ 18 വയസ്സങ്ങോട്ട് തികഞ്ഞിട്ടില്ല എനിക്ക്. കഷ്ടിച്ച് 18 ഇയേഴ്സ്. ടീനേജർ എന്തായാലും 19 ആണെങ്കിലും ടീനേജർ ആണല്ലോ. ഒരു ടീനേജർ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളൊക്കെ അന്ന് ഈ എമർജൻസിക്ക് എതിർത്തത്. ഞാൻ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി, ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വളരെ ഡേഞ്ചറസ് ആയ പണിയാണ് ഈ പോസ്റ്റ് ഒട്ടിക്കാൻ നോട്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഇന്ന് വളരെ തമാശയായിട്ട് തോന്നും അല്ലേ? എല്ലാവരും അണിനിരന്നില്ലേ? അന്ന് EMS പറഞ്ഞൊരു കാര്യമുണ്ട്. EMS ആയിട്ട് പിന്നെ നമ്മൾക്ക് വഴക്കുണ്ടാക്കി. അതാണ് EMS പറഞ്ഞത്, അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന പാർട്ടികൾ, ഗ്രൂപ്പുകൾ, വ്യക്തികൾ. BG വർഗീസ് അദ്ദേഹത്തിന് പാർലമെൻറ്റ് സ്ഥാനാർത്ഥിത്വം കൊടുത്തു അല്ലേ? അപ്പോൾ ഗ്രൂപ്പുകൾ മാത്രമല്ല, വ്യക്തികൾ പോലും ഒരു ആൻറ്റി ഫാസിസ്റ്റ് ഐക്യമുന്നണിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ ചോദ്യം കൂടി ചോദിച്ചാൽ അവിടെ നിർത്തുകയാണ്. താങ്കൾ, എനിക്കും ശരിയായിട്ട് തോന്നിയത് കാര്യം, ഫാഷിസത്തെ തോൽപ്പിക്കണമെങ്കിൽ ഭൂരിപക്ഷ വർഗീയത തോൽപ്പിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിലും തന്നെ വേണം. അവർ കൂടി തീരുമാനിക്കാതെ ഒരു കാരണവശാലും അതുകൊണ്ടാണ് ഞാൻ ഹിന്ദു OBCയെ പിടിച്ചു വെച്ചതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞത്. എനിക്ക് തർക്കമില്ല. എൻ്റെ ചോദ്യം, ബംഗ്ലാദേശിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഫോഴ്സസാണ്, അവരുടെ ഗ്രൗണ്ട് ഫോഴ്സസാണ്. നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന സെക്കുലർ മനുഷ്യർ, നമ്മൾ ഈ ഭൂരിപക്ഷ വർഗീയതയെ തോൽപ്പിക്കണമെന്ന് പറയുന്ന ഭൂരിപക്ഷ മതവിഭാഗങ്ങളിലുള്ള സെക്കുലർ മനുഷ്യരോട് നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ അവിടുത്തെ ന്യൂനപക്ഷത്തെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ആ കൂട്ടരെ, അതേ ഐഡിയോളജി പിന്തുടരുന്ന ആൾക്കാരെ കൂടെ കൂട്ടിക്കൊണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷ സെക്കുലർ മനുഷ്യനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ജോൺ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ ജേക്കബേ, എന്താ ഇപ്പം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി? ഒരു മിനിറ്റ്, എല്ലാ രാജ്യത്തും ഒരുപോലെയാ? ഒട്ടുമല്ല, എനിക്ക് തർക്കമേ ഇല്ല. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ കണ്ടോ? അതിൽ പോൾ പോട്ടിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സിനിമ വന്നു. എന്താ മൂപ്പര് കാണിച്ചു കൂട്ടി? അതാണോ ആ പോൾ പോട്ടാണ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? മൈ പോയിന്റ് ഈസ്, ഇന്ന് പാനായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഐഡിയോളജികളുണ്ട് അല്ലേ? ഇപ്പോൾ വഹാബി എന്ന് പറഞ്ഞ് പലതരത്തിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പല പല രൂപങ്ങളുണ്ട്. എനിക്കതിനെക്കുറിച്ച് അത്ര വലിയ വിവരമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരല്ലേ നക്സലൈറ്റുകൾ? ആണോ? നക്സലൈറ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരാണോ? അല്ലേ? ടെൽ മീ. മിണ്ടണില്ല. നക്സലൈറ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരാണോ? അല്ലേ? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ.
എൻ്റെ തോട്ടത്തിലല്ല. അല്ലേ? അല്ല, പിന്നെ അവരാ ഒട്ടുമല്ല. എന്ന ആളുകൾ വിചാരിക്കുന്ന മനുഷ്യരുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാന്ന് അവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാന്ന് ഗവൺമെന്റും പറയുന്നുണ്ടല്ലോ, ഇല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദ്യം എന്നോടാണ്. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്നുള്ള വെച്ചിട്ട് നിരോധിച്ചിട്ടുണ്ട്. നിരോധിക്കണമെങ്കിൽ അത് വളരെ ഗൗരവമാണല്ലോ. എനിക്ക് നിരോധിക്കപ്പെട്ട ചോദ്യം എന്നോടാണ് എങ്കിൽ അത് ഒരു മിനിറ്റ്, നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് വാസ്തവത്തിൽ കൂടുതൽ ഔദ്യോഗികമായ പാർട്ടി. അതൊരു ക്ലാസിക്കൽ ഡെഫിനിഷനാണ്. എനിക്ക് ശരിയാണോ? ഞാനതിൽ തർക്കത്തിനില്ല. എന്നോടാണ് ചോദ്യം. എവിടെയെങ്കിലും മാവോയിസ്റ്റിനെ കണ്ടാൽ ഉടനെ ഓഡിറ്റ് ഇല്ലാത്ത തരത്തിൽ പൈസ വിടാം, അല്ലേ? അപ്പോൾ അവിടുത്തെ മാവോയിസ്റ്റിനെയും നമ്മുടെ CMPനെയും കൂടെ ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് ബ്രാക്കറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചെയ്യില്ലെന്നേ. അപ്പോൾ അതുപോലെ ആരും ബ്രാക്കറ്റ് ചെയ്യാൻ പോകണ്ട. നമുക്ക് ഓരോ രാജ്യത്തെയും രാഷ്ട്രീയം ഒന്നൊന്നിൻ്റെ തുടർച്ചയല്ല. ഞാൻ തിയററ്റിക്കലായിട്ട് പറയുക, ഒന്നൊന്നിൻ്റെ തുടർച്ചയല്ല. ഒരു ലോകരാഷ്ട്രീയം ഇല്ല. ലോകരാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടൊരു സാധനം രാഷ്ട്രീയ കക്ഷികൾക്കിടയിലില്ല. ഞാനതിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ളത് അത് താലിബാന്റെ രൂപത്തിലും ISIS രൂപത്തിലും ജമാഅത്തെ ഒന്നാണെന്നല്ല, പിന്നെ അതിന്റെ ഐഡിയോളജിക്കൽ ബേസിസ് ഒന്നാണെന്ന് തന്നെയാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് താലിബാൻ ഒരു വിസ്മയമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഓരോ ഒന്നായി കാണണമെന്ന് എവിടെയോ ഒരു ആഗ്രഹമുള്ള പോലെയാ. ഉറപ്പായിട്ടും എനിക്ക് ആഗ്രഹമില്ല. അതാണ് വിഷയം. ഞാൻ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ അവരെ അടിച്ചോടിക്കുന്നില്ല. ഞാൻ അവരെ RSSലേക്ക് അടിച്ചോടിക്കുന്നില്ല. ഞാൻ അവരെ ഇതിനേക്കാളും വികൃതമായ എന്തെങ്കിലും ചിന്താഗതിയുള്ള താലിബാനിലെ എന്താണ് ബുദ്ധൻ്റെ വിഗ്രഹം വെടിവെച്ച് പൊട്ടിച്ചില്ലേ കുറേ ആളുകൾ ഭ്രാന്തന്മാർ, ഞാൻ അവരെ കൂടി ബ്രാക്കറ്റ് ചെയ്യണം. ഞാൻ ചെയ്യാൻ തയ്യാറല്ല. അവർ തയ്യാറാണ്. അവർ താലിബാനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എൻ്റെ പോയിന്റ് അതല്ല. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി സംസാരിക്കാൻ തയ്യാറാണ്. സംസാരിക്കാനും അവർ ഏതറ്റം വരെ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ആത്മാർത്ഥമായി നിൽക്കുമോ സഹകരിക്കാനും തയ്യാറാണ്. അതാണല്ലോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യൂണിറ്റ് ബംഗ്ലാദേശിലുണ്ടെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടെങ്കിലോ, കമ്മ്യൂണിസ്റ്റ് ഉണ്ടായ സ്ഥലം ഇടാക്കാം, അല്ലേ? തീർച്ചയായിട്ടും. പാകിസ്ഥാനോ ഈ ഭഗത് സിംഗ് എവിടെ? ലക്നൗവിലല്ലേ തൂക്കി കൊല്ലപ്പെട്ടത്? പാകിസ്ഥാനിലാണ് ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത്. നമ്മുടെ ആരെയും തലയിലുണ്ടോ അത്? അതൊന്നും തർക്കമില്ല. അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉണ്ടെങ്കിൽ അവരവിടത്തെ കൃത്യമായിട്ടുള്ള ഹിന്ദു മൈനോറിറ്റിയുമായിട്ട് കണ്ണുചേരണം. അപ്പോൾ നിങ്ങളുടെ ആൾക്കാരല്ലേ ഇന്ത്യയിൽ RSS, അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് യാതൊരു അർത്ഥമില്ല. അവരെ മാറ്റിയെടുക്കണം. ഇപ്പം എന്നെ ഇത് പഠിപ്പിച്ച വലിയൊരാളാരാന്നറിയോ? ചാത്തുണ്ണി മാഷ. MBR അറിയാം. ഈ ചാത്തുണ്ണി മാഷയുടെ ഗുരു ആരാ? കൃഷ്ണപിള്ളയാണ്. അപ്പോൾ കൃഷ്ണപിള്ള പറയാറുണ്ടെന്നുകൊണ്ടാണ് മൂപ്പര് ഇത് പറയുന്നത്. എന്താണെന്നറിയോ? എടാ, നിൻ്റെ നാട്ടിൽ നിനക്കിഷ്ടപ്പെടാത്തൊരു പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ട ഒരുത്തനുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമാണ്. നിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ല, അവനോട് സംസാരിക്കാനുള്ള ഭാഷ അറിഞ്ഞുകൂടാ, അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അവരൊക്കെ ജാതി, നേരത്തെ പറഞ്ഞ വെള്ളം കുടിക്കാൻ പറ്റിയ ജാതി ഉണ്ടോ എന്ന് ചോദിച്ച പോലെ നമ്മളിങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റിയ ജാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ച് ചാത്തുണ്ണി മാഷ് പറഞ്ഞതുപോലെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നാണ് ശ്രീ ജോണിൻ്റെ അഭിപ്രായം. ഞാൻ അവരെ ഈ വിഷയത്തിൽ സഹകരിക്കുമെങ്കിൽ അവരായിട്ട് സഹകരിക്കും. ബഡ്ജറ്റിനെ കുറിച്ച് വളരെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. UDF പറഞ്ഞിരുന്നു. CP ജോൺ പറയുമ്പോൾ അതിൻ്റേതൊരു വില കൂടുതലുണ്ട്, ഒരു വെയിറ്റ് കൂടുതലുണ്ട്. പ്രധാനമായിട്ടും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. സർക്കാർ ഇപ്പോൾ കിഫ്ബിയുടെ പേരിൽ വേറെ വിധത്തിൽ ടോൾ കൊണ്ടുവരുന്നു, അതിനുള്ള ശ്രമമാണ്. അത് വളരെ പൊളിറ്റിക്കലി ശരിയായിട്ടൊരു വിമർശനമായിട്ട് എനിക്കും തോന്നിയിരുന്നു. കാരണം കിഫ്ബി കൺസീവ് ചെയ്തിരുന്നത് അതിൻ്റെ അകത്തുനിന്നൊരു വരുമാനം, ചില പദ്ധതികൾ വരുമാനം ഉള്ള പദ്ധതികളുണ്ട്, പക്ഷേ അത് കൺസീവ് ചെയ്തിരുന്നത് ടോൾ, ഫോർ എക്സാമ്പിൾ റോഡ് പണിത് അതിൻ്റെ അടുത്ത് ടോൾ വാങ്ങുക എന്നുള്ള അർത്ഥത്തിലല്ല അത് കൺസീവ് ചെയ്തിരുന്നത്. ഇപ്പോൾ പക്ഷേ അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് കേൾക്കുന്നു. നിങ്ങൾ പ്രതിപക്ഷവും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സമരം തന്നെ പ്രഖ്യാപിച്ച മട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു 2016 നമ്മൾ കിഫ്ബി വരുന്ന സമയത്ത് ഈ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്രവും അത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല, സംസ്ഥാനങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കടമെടുക്കുന്നത്, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്
ഇതിൻ്റെ കൂടെ വരാതെ ഒരവസ്ഥ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരും കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല, സംസ്ഥാന സർക്കാരും അത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് ആക്ട് വളരെ സ്ട്രോങ് ആയിട്ട് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതും കേരളം മാത്രമല്ല മിക്കവാറും സംസ്ഥാനങ്ങൾ അവരുടെ ഓഫ് ദ ബഡ്ജറ്റ് ബോറോയിങ്സ് എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ബോറോയിങ്ങിലേക്ക് വന്നു. സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കിഫ്ബിക്ക് പണമെടുക്കാനുള്ള കിഫ്ബിയുടെ കടം എന്നുള്ള സംസ്ഥാനത്തിൻ്റെ കടത്തിലേക്ക് മാറി. ആ മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതൊരു വരുമാനം ആണ് എങ്കിൽ, അതിൻ്റെ അകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ അത് ബഡ്ജറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ കടത്തിൽ നിന്ന് മാറ്റി നിർത്താം എന്നൊരവസ്ഥ ഉണ്ട് എങ്കിൽ നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നയത്തോടെ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ അറിയോ? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും കുട്ടികളുടെ ഭാഷയിലൊക്കെ പറയുമല്ലോ, നീക്കോ ഞാൻ ചാ, നിന്നെയും കൊല്ലും ഞാനും ചാവും. ഒരു സിനിമയായിരുന്നു നീക്കോ ഞാൻ ചാ എന്ന് പറഞ്ഞാൽ നിന്നെയും കൊല്ലും ഞാനും ചാവും. ഇതാണ് കിഫ്ബി പറഞ്ഞത്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു കിഫ്ബി വന്ന പ്ലാനിങ്ങിനെ കൊല്ലുമെന്ന്. പക്ഷേ കിഫ്ബി ഇത്ര പെട്ടെന്ന് ചാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊരു തെറ്റായിപ്പോയി. ഇപ്പം എന്തായി? വന്ന വെള്ളം നിന്ന വെള്ളം കൊണ്ടുപോയി. കിഫ്ബിക്ക് കീഴടങ്ങിക്കൊണ്ട് പ്ലാനിങ്ങിനെ തകർത്തു. ഒരു ഉറപ്പിക പ്ലാൻ കൂട്ടിയില്ല. 5 വർഷം മുമ്പ് ഉണ്ടായ പ്ലാനിൽ തന്നെ നിർത്തി. പിന്നെ ഡിപ്പ് ചെയ്തു. അത് കോവിഡ് വന്നപ്പോഴാണ് ആശ്വസിക്കാം. കഴിഞ്ഞ 2 വർഷം, ഈ വർഷമല്ല, അതിൻ്റെ മുമ്പിൽ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷവും 30,000 കോടിയിൽ ഫ്രീസ് ചെയ്തു പ്ലാൻ. ഓക്കെ, അടങ്കലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കട്ട് ചെയ്തു. പക്ഷേ ഇക്കൊല്ലം എന്താ ചെയ്തത്? ഇക്കൊല്ലം 17/7/2024 ധനമന്ത്രി ചെയർമാനായ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിയും ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു സെക്രട്ടറി കമ്മിറ്റി ഉണ്ടാക്കി. എന്തിന്? പ്ലാൻ കട്ട് ചെയ്യാൻ. എങ്ങനെ പ്ലാൻ? പണ്ടും പ്ലാൻ കട്ടുണ്ട്. കാരണം പ്ലാൻ ചെയ്ത് വരുമ്പോൾ കാശില്ലാതെ വരും, കുറേ പിന്നെ അടുത്ത വർഷത്തേക്ക് അത് ക്യാരി ഓവർ ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ. ഇതുപോലെ ഒരു കോഴിയെ കൊല്ലുന്നത് പോലെ പ്ലാനിനെ കൊന്ന ഒരു ഗവൺമെൻറ്റും കേരളത്തിലുണ്ടായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ നമുക്ക് കിട്ടേണ്ടിയിരുന്ന പണം കുറഞ്ഞൊരു കാലവും വേറെ ഇല്ല. നിങ്ങൾ കിഫ്ബിക്ക് പൈസ ചെലവിട്ടല്ലോ. ഏതാണ്? 30,000 കോടി. കിഫ്ബിയുടെ ലോണല്ലേ? പ്ലാനിൻ്റെ ലോണല്ലേ? നിങ്ങൾക്ക് കിട്ടാനുള്ള റിസോഴ്സ്, നിങ്ങളുടെ പെട്രോളിൻ്റെ പൈസ, ഇതൊക്കെ പെട്രോളിൻ്റെ പൈസ കിഫ്ബിക്ക് കൊടുത്തില്ലേ? കൊടുത്തില്ലേ? മറ്റേത് മോട്ടോർ വെഹിക്കിൾ കൊടുത്തില്ലേ? ഇതൊക്കെ തന്നെയല്ലേ പ്ലാനും? പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്തുണ്ടായിരുന്ന അതിൻ്റെ വലിയൊരു ദ പോയിന്റ് ഈസ് കിഫ്ബി എന്ന് പറയുന്ന പ്രൊജക്ട് ഓറിയന്റഡ് പ്രോഗ്രാം. എനിക്കത് മനസ്സിലായി. ഡിഫറൻസ് അത് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? ഇത് നരേന്ദ്രമോദിയുടെ അതേ പാറ്റേണിൽ പ്ലാനിൽ നിന്നും പ്രോജക്റ്റിലേക്ക് ചുവടുമാറ്റി പിണറായി. പ്ലാൻ വരുമ്പോഴുള്ള പ്രശ്നം എന്താ? കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ SC/ST. അതിൻ്റെ ഇരയാണ് കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ. ഇപ്പം ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന, ഇപ്പം ഞാൻ തമാശയ്ക്ക് പറയുന്നത് എൻ്റെ വർഗ്ഗസമരമാണ് പ്ലാനിംഗ് ബോർഡിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് അന്ന് 1000 കോടി ഉറുപ്പിക വരും. ഇലക്ട്രിസിറ്റിയുടെ പൈസയാണ്, നമ്മൾ കൊടുക്കുന്നൊന്നുമല്ല, KSEBയുടെ. ഓക്കെ. അപ്പോൾ 14,000 കോടിയാണ് പ്ലാൻ എന്നിരിക്കട്ടെ, സംസ്ഥാന പ്ലാൻ. അപ്പോൾ SC ഫണ്ട് എങ്ങനെയാണെന്ന് തീരുമാനിക്കണം. 2 തരത്തിൽ തീരുമാനിക്കാം. 14,000-ൻ്റെ 10% 1,400. KSEBയുടെ പ്ലാൻ വെറുതെ നമ്മൾ എടുത്തു വെച്ചാൽ 1,500 അപ്പോൾ ദളിത് വിഭാഗങ്ങൾക്ക് എത്ര കിട്ടണം? ഇത് എടുത്തു വയ്ക്കുമ്പോൾ 15,000 ആണെങ്കിൽ 100 കോടി വെറുതെ കിട്ടുക അധികം, ജസ്റ്റ് ബൈ ആഡിങ് 2 ഫിഗേഴ്സ്. ഇപ്പം നമ്മൾ ഈ ബോർഡ് റൂമിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു എക്സസൈസാണത്. 100 കോടി ചെറിയൊരു തുകയല്ല. 30,000 കോടി ആകുമ്പോഴോ വലിയ വ്യത്യാസമാണ്. ഈ പറയുന്ന യാതൊരു കമ്മിറ്റ്മെൻറ്റും കിഫ്ബിക്കില്ല. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, കിഫ്ബി എത്ര കോടി രൂപ SC വിഭാഗങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു? MP ലാഡ്സ് ഫണ്ടിൽ പോലും SC/ST റിസർവേഷൻ ഉണ്ട്, ഇല്ലേ? അപ്പോൾ നിങ്ങൾ പിണറായി വിജയൻ ഗവൺമെൻറ് കൃത്യമായി പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടുകയും പ്രോജക്റ്റ് രാജ് അടിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങളെയും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ മറന്ന് കുറേ ഷോക്കേസ് പ്രോഗ്രാംസ് നടത്തിയതുപോലെ അതേ പാറ്റേണിൽ ഒരു മിനി നരേന്ദ്രമോദി പ്രോജക്റ്റിംഗ് ആണ് തോമസ് ഐസക് മുതൽ ചെയ്തത്. തോമസ് ഐസക് വാസ്തവത്തിൽ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഞാനും അവിടെ പോയിട്ട് കുറച്ച് ജോലി ചെയ്തിട്ടാണ്.
എന്ത് ആത്മാർത്ഥതയാണ് ഇവർക്കുള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ്, ഇതിങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ നിങ്ങൾ പറഞ്ഞ കടമെടുപ്പിൻ്റെ പ്രശ്നങ്ങൾ വന്നത്. ഞാൻ കടമെടുപ്പിൻ്റെ കാര്യത്തിൽ എൻ്റെ പൊസിഷൻ പറയാം. 3% കുറിച്ച് വളരെ തിയററ്റിക്കലായിട്ട് തന്നെ ഞാൻ ഹൈ എൻഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളായിട്ട് സംസാരിച്ച് EMS നമ്മുടെ ഇതുണ്ടല്ലോ, EMS പഠന കേന്ദ്രത്തിൽ ഐസക്കും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉണ്ടായ ക്രൈസിസിൻ്റെ അടിസ്ഥാനം ഇടതുപക്ഷ വിരുദ്ധമായൊരു സമീപനം പിണറായി ഗവൺമെൻറ് എടുത്തതാണ്. ഒന്നാം പിണറായി, രണ്ടാം പിണറായി ഒന്നല്ല, ഒന്നാം പിണറായി തന്നെ. ആ എടുത്തപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഈ കിഫ്ബി എന്ന് പറയുന്നത് പ്ലാനിനെ കൊല്ലാനുള്ളതാണ്. അതൊരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ക്രിറ്റിസിസമായിട്ട് ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞു, എന്നാൽ ഇവിടെ പ്രതിപക്ഷം നിങ്ങൾ ചോദിച്ചില്ലേ ഇതിനെ സഹായിക്കുമെന്ന്, കിഫ്ബി ബില്ലിനെ അനുകൂലിച്ചില്ലേ? യുണാനിമസ് ആയിട്ടാണ് കിഫ്ബി ബില്ല് പാസ്സായത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇത് SPV ആക്കൂ. ഇത് SPV ആണോ? SPV അല്ല. ഇത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ? ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ഇത് കമ്പനിയാണോ? കമ്പനിയല്ല. ഇതൊരു അത്ഭുത ശിശുവാണ്. SPV ആണെങ്കിൽ എന്താ ഗുണം? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വന്നാൽ അത് പക്ഷേ ഒറ്റ പ്രോജക്റ്റിനല്ലേ പറ്റുള്ളൂ. SPV അല്ല, അങ്ങനത്തെ ഡിഫറെൻറ്റ് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാം. ഇപ്പം കിഫ്ബി ഒരു 10 കാര്യം ചെയ്താൽ മതിയായിരുന്നല്ലോ. 10 കാര്യങ്ങളും കൂടി ബ്രാക്കറ്റ്, അതിനൊക്കെയുള്ള എക്സ്പെർട്ടുകളില്ലേ? ഞാനത് നിങ്ങൾ അതിനെ ഒരു അല്ല, എൻ്റെ പോയിന്റ്. അപ്പോൾ അവരെന്താ ചെയ്തത്? എന്താണ് കിഫ്ബി ചെയ്തത്? കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് ലോക്കൽ ഗവൺമെൻറ്റിലേക്ക് നുഴഞ്ഞു കയറി ലോക്കൽ ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്ത സ്ഥാപനങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വിത്തൗട്ട് ദെയർ പാർട്ടിസിപ്പേഷൻ. അത് സജസ്റ്റ് ചെയ്യുന്നതിനൊക്കെ നിൽക്കട്ടെ. കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും കയറി. റെയിൽവേ, റെയിൽ. പോസ്റ്റ് ഓഫീസിലേക്ക് കയറിയില്ല ഭാഗ്യത്തിന്. അതൊക്കെ ഭയങ്കര ലളിതവൽക്കരണമല്ലേ? റെയിലിലേക്ക് വളരെ ഗൗരവമാണ്. ടെലിഫോണിലേക്ക് കയറി. ഞാനിത് ആലോചിച്ചിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ അൾട്രാ വൈറസ് ആയിരുന്നു കമ്പനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നാൽ കിഫ്ബി 14 ജില്ലാ ആശുപത്രികളും ഒരു നാഷണൽ ലെവലിൽ, ഇൻ്റർനാഷണൽ എന്ന് പറയുന്നില്ല, ആക്കാമായിരുന്നല്ലോ. ചെയ്തില്ല. എത്ര ആശുപത്രികൾ അവർ ചെയ്തു? എത്ര എന്ന് ഞാൻ ചോദിച്ചില്ല. ടാർഗറ്റ് ചെയ്ത് 14 ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളും എക്സ്പാൻഡ് ചെയ്ത് ഒരു പ്രോജക്റ്റ്, സിംഗിൾ പ്രോജക്റ്റായിട്ട് SPV വെച്ചിട്ടാണ്. അല്ലാതെയോ ചെയ്തിരുന്നെങ്കിൽ CSRും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാമായിരുന്നു. കിഫ്ബിയിൽ CSR ഉപയോഗിച്ചിട്ടുണ്ടോ ഫലപ്രദമായിട്ട്? ടെൽ മീ. 1 by 1 ആയിട്ട് പറയാം. നിങ്ങൾ ആ സ്കൂൾ കെട്ടിടം പണിയേണ്ടത് ആവശ്യമാണ്. സ്കൂൾ കെട്ടിടം പണിയുമ്പോൾ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം തേടാം. അവിടെ നിന്ന് ലോക്കൽ സിനർജി ഉണ്ടാക്കാം. MLA ഫണ്ട് നിർബന്ധമാണെന്ന് പറയാം. ഈ എന്താ പറയുക, ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കണ്ട. MP ഫണ്ട്, MLA ഫണ്ട്, രാജ്യസഭാ ഫണ്ട്, എല്ലാ ഫണ്ടും ഇത്ര രൂപ തന്നാൽ ഇത്ര രൂപ കിഫ്ബി തരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പണിത അതേ കെട്ടിടങ്ങൾ പണിയാൻ കിഫ്ബിക്ക് പകുതി പൈസ പകുതി വേണ്ടി വരില്ലായിരുന്നു. റെയിലിന് കൊടുത്ത പൈസ ആര് തരും? കുറേ മഞ്ഞക്കുറ്റി ഉണ്ടാക്കിയതോ? ഫോൺ, എന്താ ഫോണിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലേ? ഇല്ല, ഒരാവശ്യമില്ല. കാരണം ഇന്ന് ഒന്നിലധികം ഫോണുണ്ട് ഒരാൾക്ക്. ഇനി ദരിദ്ര ജനവിഭാഗങ്ങൾക്ക്, ഇവർക്ക് ദരിദ്ര ജനവിഭാഗങ്ങളോടുള്ള താല്പര്യം 3000 കോടി SC ഫണ്ട് എടുത്തിട്ട് 50 കോടി 80 100 കോടി ചിലവാക്കിയിട്ടുള്ളത്. അത് കാണുമ്പോൾ ഈ കരച്ചിൽ വരിക. എന്നാൽ ഏതെങ്കിലുമുള്ള ആദിവാസി വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ മൊബൈൽ ഫോണിൻ്റെ എന്താണ് സിം കാർഡ് കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ടായ ഞാൻ പിന്താങ്ങും. ലാപ്ടോപ്പ് കൊടുക്കുന്നതിൽ വാശി പിടിച്ച ഒരാളാണ് ഞാൻ. SC വിദ്യാർത്ഥികൾക്ക് അന്ന് പ്ലാനിംഗ് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഇല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് ഇല്ലെങ്കിൽ അവർക്ക് ആദ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ പോലെ ഈ തരത്തിൽ കേന്ദ്രത്തിൻ്റെ മുതൽ പഞ്ചായത്തിൻ്റെ വരെയുള്ള കാര്യങ്ങളിലേക്ക് യാതൊരു തരത്തിലുള്ള പ്ലാനിംഗ് പ്രോസസ്സും ഇല്ലാതെ, പ്ലാനിംഗ് ബോർഡിനോട് ചോദിക്കാതെ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഒരു പ്ലാനിംഗ് ബോർഡിലും ഡിസ്കസ് ചെയ്യാതെ ആർബിട്രറി ആയിട്ട് തോമസ് ഐസക്കും പിണറായി വിജയനും പിന്നൊക്കെ ചെറിയ ചെറിയ പണക്കണ്ടായെന്ന് പറഞ്ഞ ആളുടെ സന്തോഷമായിട്ട് ചെയ്തതാണ്. അതവരനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു കിഫ്ബി വിൽ ഡൈ യങ്. നൗ ഇറ്റ് ഈസ് ഡൈഡ് യങ്. പക്ഷെ എന്തുണ്ടായി? നിന്നെയും കൊല്ലും ഞാനും ചാവും എന്ന് പറഞ്ഞ പോലെ ആയി. ഇപ്പോൾ കിഫ്ബിക്ക് എന്താ സ്ഥിതി? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വല്ല വിലയുണ്ടോ? യു നോ ബെറ്റർ ദാൻ മീ. ഇപ്പോഴത്തെ അവസ്ഥയിൽ കിഫ്ബി എന്താണ്? അവരുടെ ഏതാണ് ലിസ്റ്റിംഗ് ഉള്ള മസാല ബോണ്ട് അവർ തിരിച്ചടച്ചില്ലേ? ഇനിയിപ്പോൾ എന്താണ് കിഫ്ബിയുടെ പിന്നെ എന്താണ് മാർക്കറ്റിൽ എന്താണ് ബാക്കിയുള്ളത്? മാർക്കറ്റിൽ അവർക്ക് ഇനി പൈസ കിട്ടണ്ടേ? പ്രോജക്റ്റ് കൊടുത്തിരിക്കുകയല്ലേ? കിട്ടില്ലേ? കിട്ടുന്നില്ല. ഞാനെന്താ മനസ്സിലാക്കിയത്? അത് താങ്കളതിൻ്റെ ഇടയിലൂടെ പറഞ്ഞല്ലോ. ഇതും കൂടെ ചേർത്ത് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ ഇത് ഒഴിവായി കിട്ടും. അപ്പോൾ ലോൺ എടുക്കാം.
ഞാനിനി നമ്മൾ പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിപ്പോയ കാര്യം പറയാം. ഞാൻ ഈ 3% ഒരു വലിയൊരു വക്താവൊന്നും അല്ല. അതിന് തെരട്ടിക്കലായ പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ 4.4 ഉണ്ട് കേന്ദ്രത്തിന്. 4.9 എന്നുള്ളതാണ് 4.4 ആയിട്ട് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? ആണ്. എൻ്റെ അഭിപ്രായം ഒരു പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം കഴിഞ്ഞ സാഹചര്യത്തിൽ കംഫർട്ടബിൾ ഇട്ട് 4% വയ്ക്കുന്നതിന് ഞാൻ എതിരല്ല. ഇനി അല്ല, കേന്ദ്രം എത്രയാണോ അതിൻ്റെ 0.5% കുറച്ച് വയ്ക്കേണ്ട കാര്യമുള്ളൂ. കേന്ദ്രം 5 ആണെങ്കിൽ നമുക്ക് 4.5 ആവാം. കേന്ദ്രം 4.5 ആണെങ്കിൽ നമുക്ക് 4 ആവാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ കുറയ്ക്കുമല്ലോ. ശരിയല്ലേ? എൻ്റെ ഒരു ഫോർമുല കേട്ടോ, ഇതാരുടെയും ഫോർമുലയല്ല. കറക്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം 4.4 ആണെങ്കിൽ 3.9 വരെ ആവാം, അല്ലെങ്കിൽ 4 ആവാം എന്ന് പറയുന്നതിനോട് ഞാൻ എതിർപ്പില്ല. ഈ ഘട്ടത്തിൽ ഓരോന്നിടത്തും ഒരിക്കലും ഒരു 2.9 ഇപ്പോൾ കേരളത്തിൽ എത്തിച്ച് ഇപ്പോൾ 2.97 മറ്റാണ് ഇപ്രാവശ്യത്തെ. അല്ലല്ല, 3.5 അല്ലല്ല, ഈ ബഡ്ജറ്റിൽ 2. FD ഫിസിക്കൽ ഡെഫിസിറ്റ് നിങ്ങൾ റവന്യൂ പറയണം. എന്തായാലും ബാലഗോപാൽ FD അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ശ്രീ ജോൺ പറഞ്ഞതുപോലത്തെ ഒരു തരത്തിലുള്ള സൗജന്യവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തില്ല. കേന്ദ്ര സർക്കാരും ആ നിയമം അനുസരിച്ച് അവരും 3%ലേക്ക് വരേണ്ടതായിരുന്നു. 22-23 അവരും. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തല്ലോ. കേന്ദ്ര ഗവൺമെൻറ് കുറയ്ക്കുന്ന പോലെ മാത്രമേ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ദുരന്ത സാഹചര്യത്തിൽ കുറയ്ക്കേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനതിൽ തർക്കിക്കുന്നില്ല. ആ വഴി അടച്ചു. നമുക്ക് കിട്ടേണ്ടിയിരുന്ന, അപ്പോൾ നമ്മളെല്ലാവരും വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്നത് ടാക്സ് ഡെവല്യൂഷനിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് ഏകദേശം പകുതിയായി. 3.9 നിന്ന് 1.9 നമ്മൾ എത്തിയിട്ടുണ്ട്. അത് പകുതിയിലും കൂടുതലാണ് കുറഞ്ഞത്. അതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കിട്ടിയ കാര്യം മിണ്ടാതെ കിട്ടാത്ത കാര്യം പറയരുത്. അതുണ്ട്. ഒരു മിനിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിനെ കുറിച്ചായിരിക്കും ജോൺ പറയാൻ വേണ്ടി. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ആർക്കാ കൂടുതൽ കിട്ടിയത്? കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിന് കിട്ടിയിട്ടുണ്ടെന്നല്ല, കേരളത്തിനാണ് ഷോർട്ടതി അടിച്ചത്. ഒരു മാസം 1730 കോടി രൂപ പെർ മന്ത്. അപ്പോൾ ഞാൻ അറിയപ്പെടുന്ന ഒരാളോട് ചോദിച്ചു ഇത് കേട്ടപ്പോൾ, ഇത് മന്ത്ലി ആണോ ആനുവൽ ആണോ എന്ന്. അപ്പോൾ അയാൾ ഇൻസൈഡറായി, പേര് പറയുന്നത് പാടില്ല. ജോണെ മന്ത്ലി എന്നാണ് പറയുന്നത്. മന്ത്ലി ആണെങ്കിൽ ഷോർട്ടതി അടിച്ചു. ആനുവലാണെങ്കിലും മോശമല്ല, 100 കോടിയിലധികമായില്ലേ അല്ലേ? അപ്പോ അത് അന്നേ പറഞ്ഞിട്ടുണ്ട് കിട്ടില്ല എന്ന്. അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. അതിനുവേണ്ടി ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിന് വേണ്ടി മെമ്മോറാണ്ടം കൊടുത്തതിനെ കുറിച്ച് ബാലഗോപാൽ ഒരു നല്ല വാക്ക് പറഞ്ഞതിന് നന്ദി. അത് സത്യം പറഞ്ഞാൽ ഞാനും കൂടെ ഉൾപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ബോസ്റ്റ് ചെയ്യുന്നില്ല. കേരള ഗവൺമെൻറ് കൊടുത്തതിനോട് കടപിടിക്കാവുന്നതോ 1 നോച്ച് മുകളിലായിട്ട് ഒരു മെമ്മോറാണ്ടം നമ്മൾ കൊടുത്തത് ഫൈനാൻസ് കമ്മീഷൻ ഇപ്പോൾ 16 കൊടുത്തത്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. അത് മാത്രമല്ല, സാധാരണ കക്ഷികളെ കൊടുക്കുള്ളൂ. ഇത് പ്രത്യേക സാഹചര്യത്തിൽ VD സതീശൻ, MM ഹസൻ, CP ജോൺ 3 അംഗ, അതായത് ചെയർമാൻ, കൺവീനർ, സെക്രട്ടറി 3 പേരും പോയി സമയമെടുത്ത് വായിച്ച് കേൾപ്പിച്ച് കൊടുത്തു. അത് വായിച്ചപ്പോഴോ ഗവൺമെൻറ് കാലത്ത് കൊടുത്തതിനേക്കാൾ ഒട്ടും മോശമല്ല നമ്മുടേത്. ഓക്കെ. അപ്പോൾ അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ കേന്ദ്രത്തിനെ എൻഡോഴ്സ് ചെയ്യാനുമില്ല, അവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുന്നുമില്ല. ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. നമുക്കെന്താ പ്രശ്നം? അവർ 1000 കോടിയെങ്കിലും അവർ എന്താ പറയുക, അത് എടുക്കുന്ന മുറയ്ക്ക് കൊടുക്കുന്നവർക്ക് ഫണ്ട് ഓപ്പൺ ചെയ്യണ്ടേ? മൊത്തം കൊടുക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ ഇത്ര കിറ്റിയുണ്ട്, 1000 crore കിറ്റിയുണ്ട്, അതിൽ നിങ്ങൾ 100 കോടി ചിലവിട്ടോളൂ, തരാം എന്നൊക്കെ പറയണ്ടേ? അതിന് പകരം എൻ്റെ സ്നേഹിതനാണ് ജോർജ് കുര്യൻ, നല്ലൊരു മനുഷ്യനാണ്, പറഞ്ഞ് പാളിപ്പോയില്ലേ? ഭയങ്കരമായിട്ട് പാളി. അതൊരു തോട്ട് പ്രോസസ്സ് അല്ലേ? പറഞ്ഞപ്പോൾ പാളിപ്പോയതല്ലല്ലോ. രണ്ടുമാണ്. അതെ അതെ അതെ, തോട്ട് പ്രോസസ്സ് തന്നെ വൃത്തിയായിട്ടല്ല പറഞ്ഞത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, കേന്ദ്രത്തിൽ നിന്നും കണക്ക് പറഞ്ഞ് കിട്ടണമെന്നുള്ള കാര്യത്തിലോ കേന്ദ്ര ഗവൺമെൻറ് BJP ഇതര ഗവൺമെൻറ്റുകളെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നുള്ളൂ ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ 15ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ വിഹിതം കുറഞ്ഞ കൂട്ടത്തിൽ മൊത്തം സൗത്ത് ഇന്ത്യ ഉണ്ട്. കേരളത്തോട് വിവേചനം എന്നാണ് പ്രസംഗിക്കുന്നത്. അല്ല, സൗത്ത് ഇന്ത്യ ഉണ്ട്. സൗത്ത് ഇന്ത്യയോടാണ് വിഭജനം, അല്ലെങ്കിൽ വിവേചനം എന്നോ അല്ലെങ്കിൽ കുറവ്. അതിൽ കർണാടകത്തിന് ഏറ്റവും കൂടുതൽ ആപത്തുണ്ടായത് കർണാടകത്തിലാണ്. അന്ന് ആരാ അവിടെ ഭരിച്ചത്? ജേക്കബേ? BJP അല്ലേ? അപ്പം BJP ഭരിച്ചത്. ടേക്ക് ഇറ്റ് ഫ്രം മീ. കഴിഞ്ഞ 5 വർഷത്തിനുള്ള BJP ഭരിക്കുമ്പോഴാണ് ഈ ധനകാര്യ കമ്മീഷൻ നമുക്ക് കുറച്ച പോലെ കർണാടകത്തിന് കുറച്ചത്. നമ്മളെക്കാളും അവർക്ക് ഭീകരമായിട്ട് അവർക്കാ നഷ്ടം. റവന്യൂ
ഗ്രാൻഡ് പോലും അവർക്ക് ഒരു നമ്മുടെ അത്ര കാര്യമുണ്ട്. കിട്ടിയില്ല. അവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ മനുഷ്യരോട് കമ്മിറ്റ്മെന്റ് ഉള്ള സർക്കാരൊന്നും അല്ല അവിടെ ഉള്ളത്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അവരുടെ പഞ്ചായത്ത് രാജ് നമ്മളെക്കാളും നല്ലതാണ്. അത് അബ്ദുൾ നസീബ് സാബ് എന്നുള്ള ഒരു ഒറ്റ സോഷ്യലിസ്റ്റ് നേതാവിന്റെ സ്ട്രക്ചറാണ് കർണാടകത്തിലെ പിന്നെ ഞാൻ പഞ്ചായത്ത്. അതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആൾ കയറുന്നതുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ നടക്കണമെന്ന് പറയരുത്. അതല്ല, ഞാൻ നമ്മൾ പറഞ്ഞത് വെൽഫെയറിൽ നമ്മൾ ചിലവഴിക്കുന്നത് പോലത്തെ പണം ചിലവഴിക്കുന്നത് ഇപ്പോഴാണ്. എന്തുകൊണ്ടാണ് കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്? മനുഷ്യരുടെ നമ്മൾ ഇവിടെ കിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ പരിഹസിച്ച സാധനം കൊടുത്തപ്പോഴാണ് അവിടെ അധികാരത്തിൽ വന്നത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അവർക്കിപ്പം അവരതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ട് മാത്രമല്ല, അവർക്കും ഇതേപോലെ ബുദ്ധിമുട്ട് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തതിൻ്റെ 4 അയലത്ത് പിണറായി വിജയൻ ചെയ്തിട്ടില്ല. അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. നല്ല വിഷമമുണ്ട് അവർക്ക്. എക്സ്ചക്കറിന് തമിഴ്നാട്ടിൽ സൗജന്യ യാത്രയാണ്. തെലുങ്കാനയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിൽ അവിടെ സ്ത്രീകൾക്ക് സൗജന്യ അല്ലേ? ഇവിടെയോ? അപ്പം അതുകൊണ്ട് സൗജന്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും ദക്ഷിണേന്ത്യ ആരുടെയും പുറകിലല്ല. ആദ്യമായി ഉച്ചയൂണ് പരിപാടി എന്താ പറയുക അതിന്, നമ്മുടെ മിഡ് ഡേ മീൽ ഏറ്റവും നന്നായി നടപ്പാക്കിയത് MG രാമചന്ദ്രനാണ്. അതിനു മുമ്പാണ്, കാമരാജിന്റെ സമയത്താണ് തുടങ്ങി. പക്ഷെ വ്യാപകമാക്കിയത്. അതുകൊണ്ട് ദക്ഷിണേന്ത്യ ആ കാര്യത്തിൽ ബെറ്ററാണ്. പക്ഷേ എന്താണ് ധനകാര്യ കമ്മീഷൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരെ ന്യായീകരിക്കല്ല ചോദിക്കുന്നത്. നിങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടി. പെർ ക്യാപിറ്റ ഇൻകം കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെർ ക്യാപിറ്റ ടാക്സും കൂടണം, ടാക്സ് കളക്ഷൻ കൂടണം. ഇപ്പോൾ നമ്മുടെ KP കണ്ണനാണല്ലോ ഇതിൽ എക്സ്പെർട്ടായിട്ടൊരാൾ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ടാക്സ് കളക്ഷൻ കൂടിയല്ലോ ബാലഗോപാലിൻ്റെ, കുറച്ച് കൂടി. നാമമാത്രമായിട്ടേ കൂടിയിട്ടുള്ളൂ. മോശമല്ല, നാമമാത്രം എന്ന് ജോൺ പറയുന്നതിൽ മര്യാദകേടുണ്ട്. നമ്മളുടെ ടാക്സ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 1553 1554 അത്രയേ ഉള്ളൂ. 1,53,000 54 55 അത്രയേ ഉള്ളൂ. അത് 1,63 ആയിരുന്നു. ഞാൻ നോക്കി, കുറവാ. 21 22 കുറഞ്ഞു. ടോട്ടൽ 21 22 കുറഞ്ഞു. അത് അല്ല, അതിനേക്കാളും കുറഞ്ഞു എന്ന് നോക്കിക്കോ. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കോളൂ. 21 സെൻട്രൽ പ്രോഫിറ്റ്, സെൻട്രൽ ഇതും കൂടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കുറഞ്ഞതൊരു ശരി തന്നെയാണ്. അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ടാക്സ് ബേസ് കൂടുന്നില്ല? പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ 1.5 ലക്ഷത്തിന് മുകളിൽ പോയി അല്ലേ? ഇനിയിപ്പോൾ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ്? അത് നമ്മളുള്ള അല്ല, കേരളത്തിനകത്ത് നമ്മളുള്ള സമയത്താണ് 2001 ശേഷമാണ് ഈ ഡിസ്ട്രിക്റ്റ് വൈസ് GSDP എടുത്തത്. അപ്പോൾ എറണാകുളത്ത്, താങ്കൾ എറണാകുളത്തല്ലേ ജീവിക്കുന്നത്? അതെ. എറണാകുളത്തിൻ്റെ GSDP ആണോ വയനാട്ടിലെ? അല്ല. അല്ലല്ലോ. പെർ ക്യാപിറ്റ GSDP അത്ര ആയിരിക്കത്തില്ല, കൂടുതൽ അല്ലേ? പെർ ക്യാപിറ്റ ആണല്ലോ നമ്മൾ നോക്കണേ. പെർ ക്യാപിറ്റ. അപ്പോൾ പെർ ക്യാപിറ്റ അവിടെ കുറവാണ്. അപ്പോൾ പെർ ക്യാപിറ്റ കുറഞ്ഞ സ്ഥലത്തേക്ക് പെർ ക്യാപിറ്റ കൂടിയ സ്ഥലത്തുനിന്ന് ഒരു സ്റ്റേറ്റ് റിസോഴ്സസ് മൂവ് ചെയ്യിക്കും. അതിനെയാണല്ലോ ഈ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്കുള്ളത് നിങ്ങളെടുത്തോ എന്നുകൊണ്ട് അവർ വയനാട് ഒരു രാജ്യമായിട്ട് പീയൂഷ് ഗോയൽ അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും കൊടുക്കുന്നതിന് അനുസരിച്ച് തന്നെ കിട്ടണം എന്ന് പറയുന്നതിൽ മര്യാദ കേട്ടുണ്ടെന്ന് പീയൂഷ് ഗോയൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് കിട്ടേണ്ടത് പിരിച്ചെടുക്കുന്നതിനുള്ള എഫിഷ്യൻസി വർദ്ധിച്ചിട്ടില്ല. എന്നാൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിലെ തോമസ് ഐസക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തൊരു ധനമന്ത്രിയാണ്. അന്ന് വാറ്റാണ്. വാറ്റ് വന്നാൽ ആകാശൊടിഞ്ഞു വിടുന്നൊക്കെ മൂപ്പര് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ കാര്യത്തിലായാലും മൊത്തം കേരളത്തിലെ ഓട്ട അടയ്ക്കുന്ന കാര്യത്തിലായാലും വളരെ ഭംഗിയായിട്ട് നടന്നു. ഇപ്പം എന്താ നടക്കുന്നത്? ഇപ്പോൾ GST വന്നതിന് ശേഷം ചെക്ക് പോസ്റ്റുകൾ അങ്ങോട്ട് പോയതോടുകൂടി GSTക്കകത്ത് നടത്താൻ കഴിയുന്ന തട്ടിപ്പുകളുടെ ഒരു സേഫ് ഹാവൻ ആണ് കേരളം. ഞാൻ കേട്ടത്, സബ്ജക്റ്റ് ടു കറക്ഷൻ, നിങ്ങളെ കൂടുതൽ ബിസിനസ്സിനെ കുറിച്ച് അറിയുന്നത്, ഇവിടെ കൊണ്ടുവരികയാണ് സാധനം, എന്നിട്ട് ഇവിടുന്ന് കൊടുത്തേക്കുക വീണ്ടും. ഏതും GST അടയ്ക്കാതെ, ബില്ല് ചെയ്യാതെ. ഇപ്പോൾ വേ ബില്ലൊക്കെ വന്നപ്പോൾ കുറച്ച് ഉണ്ടെന്നൊക്കെയാണ് വെപ്പ്. നമ്മുടെ വളരെ ഫലപ്രദമായിരുന്നു. പ്രത്യേകിച്ച് ഐസക്കിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇൻസുലേഷൻ ഓഫ് ബോർഡേഴ്സ് അല്ലേ? ഇപ്പോൾ അതങ്ങോട്ട് പോയതോടുകൂടി നമുക്ക് ഒരു എൻഡ് പോയിന്റിൽ വേ ബില്ല് സർവൈലൻസ് വേണ്ട പോലെ നടക്കുന്നില്ല, ഒന്നിലും നടക്കണില്ല. ക്യാമറ പോലും വർക്ക് ചെയ്യുന്നില്ല. ജേക്കബേ, AI ക്യാമറ എന്നുകൊണ്ട് കുറേ സാധനം വെച്ചില്ലേ, വഴുതക്കാട് ജംഗ്ഷനിലും വെച്ച്. അത് തോട്ടിക്കിടക്കപ്പോൾ റോഡ് പണിയുമ്പോൾ എടുത്ത് എറിഞ്ഞു. എവിടേക്ക് എറിഞ്ഞെന്ന് എനിക്കറിയില്ല. എൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. എത്ര ലക്ഷം രൂപയാണ്?
ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ, ഞങ്ങളത് ഞങ്ങളുടെ ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ട്രക്കുകളുടെ നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ഉണ്ടല്ലോ, ആ റെക്കഗ്നിഷൻ മാത്രം നോക്കിയാൽ വേബിലുണ്ടോ ഇല്ലേ എവിടെ നിന്ന് വരുന്നു ഒക്കെ അറിയാം. തടഞ്ഞു നിർത്തുന്നു വേണ്ട, ഫെയിലിയറാണ്. അതുകൊണ്ട് ടാക്സ് കളക്ഷൻ്റെ പുതിയ റെഷീമിൽ ആദ്യം നമ്മുടെ വിൽപ്പന നികുതിയായിരുന്നു, പിന്നെ വാറ്റായി, പിന്നെ GST ആയി. വാറ്റ് വന്നപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. ആ ഇമ്പ്രൂവ്മെൻറ്റ് GSTയിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കേന്ദ്രവും കേരളം കൂടെ ഒരുമിച്ചല്ലോ, രണ്ടാളും കൂടെ പിടിയക്കാരെ പോയിട്ട് വരട്ടുക എന്നല്ലാതെ ചില്ലറ മേടിക്കണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ പറയേണ്ട ഒരു കാര്യമല്ല. ഒരു സിസ്റ്റമാറ്റിക്കായി ഒരു മിനിസ്റ്റർ എന്ന നിലയ്ക്കോ മിനിസ്ട്രി എന്നുള്ള നിലയിലോ ഇത്രയും ചരക്കുകളോടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ടാക്സ് വരണം, ഇത്രയും TV, ഇത്രയും കാറിനൊക്കെ ഏതാണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, മറ്റുള്ള മാർബിള് അതുപോലുള്ള കാര്യങ്ങൾ, ഗോൾഡ്, ഇത്രയും സാധനത്തിന് ഇത്രയും പൈസ കിട്ടണം എന്ന ടാർഗറ്റ് വെച്ചിട്ട് ഈ ഗവൺമെൻറ് പോയിട്ടുണ്ടോ? ഗോൾഡിലില്ലല്ലോ. അല്ല, ഗോൾഡിനും വേറെ ടാക്സ് ഉണ്ടല്ലോ, GST അല്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആകെ കൂടി കൃത്യമായി ചെയ്യുന്നത് മദ്യത്തിൻ്റെ വില കയറ്റുക എന്നതല്ലാതെ വലിയ സ്പേസ് അവിടെ കിടക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ. വലിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഇപ്പോൾ ഇവിടെ 50% ഭൂനികുതി വർദ്ധിപ്പിച്ചു. ഞാനതിനൊരു അപ്പർ സീലിംഗ് വയ്ക്കുകയാണെങ്കിൽ ഞാനതിനെതിരല്ല. ഇപ്പോൾ 100 രൂപ കൂടി 50 രൂപ കൂടി എനിക്ക് പ്രോബ്ലമില്ല. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും അടച്ചു കിടക്കുന്ന ഒരു തോട്ടമാവുകയും ചെയ്താൽ ബുദ്ധിമുട്ടായി. അപ്പോൾ അതൊരു സ്പേസ് അവർ കണ്ടെത്തിയതാണ് ഭൂനികുതി എന്നുള്ളത്. ഞാനിപ്പോൾ പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത്, ഒരു സ്പേസ് ആയിരുന്നു അത്. ആ സ്പേസ് അവർ നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ തന്നെ സ്വകാര്യ സംഭാഷണത്തിലോ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ അതിന് ഭയങ്കര ഒരു കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരു 50 രൂപ കൊടുക്കുന്ന ആൾ 75 രൂപ കൊടുത്തു, അത്ര വലിയ പ്രശ്നമാണോ? ഇല്ലല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള പിന്നെ പ്രോപ്പർട്ടി ടാക്സിൻ്റെ കൃത്യമായ ശേഖരണം ലോക്കൽ ഗവൺമെൻറ്റിനാണ് ചെയ്യാനുള്ളത്. ലോക്കൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു, ഞാൻ പറഞ്ഞു ഡെഡ് ലോക്കൽ ഗവൺമെൻറ്. നേരത്തെ നമ്മൾ ക്ഷേമതി പറഞ്ഞില്ലേ, എന്താ ലോക്കൽ ഗവൺമെൻറ് സ്ഥിതി? കുറേ മാറിയില്ല അത്. കെ സ്മാർട്ട് വന്നതോടുകൂടി കുറേ അധികം കാര്യങ്ങൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടും ഓൺലൈനായിട്ട് നടക്കുന്നു എന്നാണ്. ഈ ഡെഡ് ഇത് ടാക്സിന് മാത്രമല്ല, ലോക്കൽ ഗവൺമെൻറ്റിലെ പ്ലാൻ മരിച്ചു. ടേക്ക് ഇറ്റ് ഫ്രം മീ. 10 വർഷം അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എല്ലാ ബുധനാഴ്ച 8 മണിക്ക് യോഗം കൂടി കൃത്യമായി നിങ്ങൾ CPMൻ്റെ കൗൺസിലർമാർ പ്രസിഡന്റുമാരോട് ചോദിച്ചു നോക്കിക്കോളൂ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ CPMൻ്റെ പ്രത്യേകിച്ച് മലബാറിലെ ഇവരുണ്ടല്ലോ, എന്താ പറയുക, ഇപ്പോൾ വലിയ ഇതിലേക്ക് വന്ന ആൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എന്നും CPM ആണല്ലോ. വളരെ പ്രോംപ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമായിരുന്നു. ഇപ്പോൾ ഈ വേറെ ദിവ്യ പ്രശ്നം, അത് വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ശ്രദ്ധ ആര് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറയൂ ഈ ഗവൺമെൻറ്റിൽ? ലോക്കൽ ഗവൺമെൻറ് പ്ലാനിങ് ശ്രദ്ധിക്കുന്ന ആളുടെ പേര് ജേക്കബ് എന്ന് പറഞ്ഞേ, ഒരാളുടെ പേര് പറയൂ. ഉണ്ടോ? ഇല്ല. ഒരു ലിസണിങ് എയറും ഈ ഗവൺമെൻറ്റിനില്ല. ഒരു ലിസണിങ് എയറും ഇല്ല. അതുപോലെ തന്നെ ഈ ജനകീയ ആസൂത്രണം അവരുടെ പേരാണ്, ലോക്കൽ ഗവൺമെൻറ് രാജീവ് ഗാന്ധിയുടെ പേരാണ്. ഈ ജനകീയ ആസൂത്രണം മരിച്ചുപോയി. 7500 കോടി കൊടുക്കേണ്ടതിന് 2000 കോടി കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മളിപ്പോൾ ഫെബ്രുവരിയിലല്ലേ ഇരിക്കുന്നത്. പക്ഷെ അവരുടെ ലോക്കലിന് അവർക്ക് ഇപ്പം നികുതിയുടെ അഡ്വാൻറ്റേജ് അവർക്കല്ലേ കിട്ടുന്നത്. അവരുടെ റവന്യൂവിന് കുറവ് വരാൻ സാധ്യതയുണ്ട്. കുറവൊന്നും ഇവിടെ നല്ലേ കൊടുക്കണേ. ഇവിടുന്ന് മാത്രമല്ലല്ലോ കൊടുക്കുന്നത്. അവരുടെ അവരുടെ നിത്യനിദാന ചെലവുകൾക്കേ കഴിയുള്ളൂ. നമ്മുടെ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തണ്ടേ? ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്കൂൾ കെട്ടിടം പണിതു, നല്ലതല്ലേ? ഇത് നല്ലതാ. ഇതിൻ്റെ മെയിൻ്റനൻസ് കൊണ്ടൊരു സാധനം ഉണ്ടേ, മെയിൻ്റനൻസ് ഫണ്ട്. അത് നമ്മുടെ ടാക്സിൽ നിന്നാണ് കൊടുക്കുന്നത്. അവിടെ അവിടുന്ന് വരുമാനമൊന്നും ഇല്ലല്ലോ. ഈ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം എന്താ പറയുക, ആളുകൾ ആഘോഷമായിട്ട് പല സാധനം വയ്ക്കും. ഉദാഹരണത്തിന് നമ്മളെ കാണുന്ന നമ്മുടെ കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ ദീപസ്തംഭം എല്ലായിടത്തും കണ്ടിട്ടില്ലേ? അതിന് ഹൈമാസ്റ്റ് എന്നാ അതിൻ്റെ ഇംഗ്ലീഷ്. അതിൻ്റെ കോസ്റ്റ് എനിക്കറിയാം. അല്ല, അപ്പോൾ പ്ലാനിങ് ബോർഡിൽ വെച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഈ ഭരണഭാഷ മലയാളമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ലൈറ്റിനൊക്കെ ദീപസ്തംഭം എന്നിട്ടാൽ മതി. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആരുടെ തലയിലാണ് വരുന്നത്? പഞ്ചായത്തിൻ്റെ തലയിലല്ലേ? അപ്പോൾ ഇതുകൊണ്ട് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു വലിയ വർക്കാണ് ലോക്കൽ ഗവൺമെൻറ്റിൽ. അതിനുള്ള കാശ് പോലും അവർക്ക് അവരുടെ ഓൺ റിസോഴ്സിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന പ്ലാൻ ഫണ്ടാണ്. ആ പ്ലാൻ ഫണ്ട്
ഒരു സ്ഫടികപാത്രം തകരുന്ന പോലെ തകർന്നു. എൻ്റെ അടുത്ത് ഇത് കണക്കില്ലാത്തതുകൊണ്ട് എനിക്കത്, ഞാൻ കണക്ക് നുണ പറയില്ല. ഞാൻ ജോൺ പറഞ്ഞ മുഖവിലക്കെടുക്കുകയാണ്. ഞാൻ നുണ പറയില്ല. 30,000 കോടിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 7,500 അവിടെ കൊടുക്കണം എന്നാണ്. ആ 30,000 ഇവർ വെട്ടി കുറച്ച് 15,000 ആകുമ്പോൾ തന്നെ പോയില്ലേ? 7,500 3,000 3,400 തർക്കമില്ലല്ലോ. അപ്പോൾ ഈ പ്ലാൻ വെട്ടി കുറയ്ക്കുമ്പോൾ പഞ്ചായത്തിനത് ബാധകമല്ല എന്ന് നമ്മുടെ ധനമന്ത്രി പറഞ്ഞോ? അതായിട്ട് പറയാൻ പറ്റിയല്ല. ഏ അതായിട്ട് ധനകാര്യമന്ത്രിക്ക് പറയാൻ പറ്റിയല്ല, പറഞ്ഞിട്ടുണ്ടായില്ല. പറയാൻ പറ്റുമില്ല എന്നുള്ളതല്ല, ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടൊരു കുറവ് വന്നപ്പോൾ ഇവരെല്ലാവരും കേന്ദ്രത്തിൽ നിന്ന് ഡെവല്യൂഷന് വേണ്ടിയാണല്ലോ വാദിക്കണേ. അതെ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡെവല്യൂഷൻ്റെ സ്ഥിതി എന്താ? അവിടുന്ന് കിട്ടിയെങ്കിലല്ലേ ഇവർക്ക്. അല്ലല്ലോ, നമ്മുടെ കാശ് ഉള്ളത് SOTR അത് ഡിവോൾവ് ചെയ്യുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തിയില്ലേ? ഞാൻ അവിടുന്ന് കിട്ടണമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പിന്നെ അവരും അത്ര വലിയ കേമത്തിലൊന്നും അല്ല എന്നാണ് ഇപ്പോൾ കേൾക്കണത്. അവരുടെ ഡെറ്റ് ടു GDP ഒക്കെ വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? എത്ര? 55, മോർ ദാൻ ദാറ്റ്, 55 മുകളിലാണ്. അപ്പോൾ അത് വേറൊരു സബ്ജക്റ്റാണ്, നമ്മൾ അതിലേക്ക് പോകണില്ല. എന്തായാലും കേരള ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന കാര്യം, അവരുടെ എല്ലാ രാഷ്ട്രീയ പ്രമേയങ്ങളെയും റദ്ദാക്കിയിരിക്കുകയാണ്. ലേബർ, കോഓപ്പറേറ്റീവ്സിലെ സ്ഥിതി എന്താ? ഈ ബജറ്റിൽ കോഓപ്പറേറ്റീവ് എന്നൊരു വാക്ക്, സഹകരണ വീട് എന്നൊരു ഫ്ലാറ്റിൻ്റെ എല്ലാം ഒരു കോഓപ്പറേറ്റീവ് ഉണ്ടാക്കുന്ന എന്ന് ആകെ കൂടെ പറഞ്ഞത്. കോഓപ്പറേറ്റീവ്സ് എന്ത് വലിയ ക്രൈസിസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. വലിയ ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്നു കോഓപ്പറേറ്റീവിന്. റീസൺസ് ആർ മെനി. അത് തിരിച്ചു പിടിക്കാൻ ഈ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തോ? ഞാനൊരു പ്രസിഡൻ്റാണ്, ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം. ഓരോ ദിവസവും വിഡ്രോവലും ഡെപ്പോസിറ്റ് നമ്മളുള്ള വൈഡ് ചെയ്തു വരികയാണ് കേരളത്തിൽ. കേരള ബാങ്കിൽ പോലും, അത് ഷെഡ്യൂൾഡ് ബാങ്കാണല്ലോ, നിക്ഷേപിക്കാൻ ആളുകൾക്ക് വിഷമമുണ്ട്. അതാരാ ചെയ്യേണ്ടത്? ഗവൺമെൻറ് അല്ലേ ചെയ്യേണ്ടത്? എന്നിട്ട് ഈ കേരള ബാങ്ക് കൊണ്ടുവന്നു 13,000 മിസ്ലേനിയസ് അംഗങ്ങളുണ്ട്. അവർ മിക്കവരും അതിലൊരു 8,000 ആളും ഈ ക്രെഡിറ്റ് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ഇൻക്ലൂഡിങ് മീ. അവർക്കുള്ള OD ഫെസിലിറ്റി കട്ട് ചെയ്തു. ജില്ലാ ബാങ്ക് മീൻസ് കേരള ബാങ്കിൽ നിന്ന് OD ഫെസിലിറ്റി ഇല്ല. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി എനിക്ക് വളരെ പേഷ്യൻ്റ് ഹിയറിങ് തന്നു. അപ്പം തന്നെ അത് താഴേക്ക് കൊടുത്തു. അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു. ശരിയാണ്, പക്ഷെ എനിക്ക് എപ്പോഴും പോയി ചോദിക്കാൻ പറ്റുമോ? അത് പണ്ടത്തെ ഫുട്ബോൾ കമൻട്രിയിൽ പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചില്ല. അല്ലല്ല, അത് വളരെ സീരിയസ് ആയിട്ട് വിഷയമാണ്. വളരെ സീരിയസ് ആയി. ജേക്കബ്, ഡെഫിസിറ്റ് എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് ഇഷ്യൂ. എനിക്ക് തർക്കം ആണല്ലോ. എന്ത് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്? ഈ പറയുന്ന മിസ്ലേനിയസ് സംഘങ്ങൾക്ക് ഓടി കൊടുപ്പിക്കാൻ, അതിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷ സംഘങ്ങളുമാണല്ലോ. എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല? ഓടി, അത് പണ്ട് കൊടുത്തവർക്ക് കൊടുത്താൽ മതി, പുതിയവർക്കൊന്നും കൊടുക്കണ്ട. ഇതിപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ ഉണ്ടായ ഒരു സംഘത്തിന് 2 കോടി ഓടി കൊടുക്കണമെന്ന്. സഹകരണ ജീവനക്കാർ CAT അടക്കം സമരത്തിലാണ്. ഒരിക്കലും നമ്മുടെ സംസാരം ഇത്തിരി നീണ്ടു. അപ്പം തുടങ്ങിയത് തന്നെ തീരാം. ഇതിൻ്റെ 3ാമത്തെ വോളിയം എപ്പോഴത്തേക്ക് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. 3ാമത്തെ വോളിയം എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബാഗുണ്ട്. ആ ബാഗിൽ എനിക്കൊന്ന് ഇരിക്കാൻ പറ്റി അപ്പം എഴുതും ഒരു പേജ്. ഒരു ബുക്ക് എടുക്കുക, ട്രാൻസ്ലേഷൻ അങ്ങനെ തന്നെ അല്ല, ട്രാൻസ്ലേഷനല്ല, നമ്മൾ ചുരുക്കി എഴുതാണല്ലോ. അപ്പോൾ അത് വായിച്ചാൽ അറിയാമല്ലോ എൻ്റെ മെനക്കേട്, ഒറിജിനൽ വായിച്ചാൽ. അപ്പോൾ ആ പുസ്തകം എടുക്കുന്നു, ഇരിക്കുന്നു. അപ്പോൾ ഇന്നലെയും രാത്രി 11 മണിയായപ്പോൾ 1 മണിക്കൂർ ഇരുന്നു, ഒരു 1-2 പേജ്. അതല്ലാതെ ഇതിനു വേണ്ടി അല്ലാതെ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും ക്യാപിറ്റൽ? തുടക്കകാലം തുടങ്ങി 1 ഞാൻ കൃത്യമായിട്ട് വായിച്ചിട്ടുള്ളൂ. പിന്നെ ക്ലാസ്സുകളായിരുന്നു മിക്കവാറും. അത് 1 ഊന്നിയിട്ടാണ് ക്ലാസ് 2ലേക്കും 3ലേക്കും അല്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം എനിക്ക് തോന്നുന്നു അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പുരുഷായുസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ ഒരു 50 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. ഇത് കഴിയുമ്പം ക്യാപിറ്റലിനെ കുറിച്ചുള്ള ധാരണ, അന്ന് ഒരു പ്രാവശ്യം വായിച്ചു, അത് കഴിഞ്ഞ് ഈ വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെ ക്ലാസ്സുകളിലിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് മാർക്സിസ്റ്റായിട്ടും കമ്മ്യൂണിസ്റ്റായിട്ടും നാട്ടിൽ കൂടെ പ്രവർത്തിച്ചു. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഇപ്പോഴുള്ള ഇമ്പ്രഷൻ എന്താണ്? മോർ റെലവൻറ്റ് എന്നാണ് ഇപ്പോഴുള്ള ഇമ്പ്രഷൻ. ഒരു ക്ലാസിക്കൽ ഇക്കണോമിക്സ് ആണല്ലോ അത്. പക്ഷേ ഇന്ന് നിങ്ങൾ എന്ത് AI എന്ന് പറഞ്ഞാലും, എലോൺ മസ്ക് എന്ന് പറഞ്ഞാലും, ഡീപ് സീക്ക് എന്ന് പറഞ്ഞാലും, ChatGPT എന്ന് പറഞ്ഞാലും, മാർസ് ചെയ്തിട്ടുള്ളത് ന്യൂട്ടൺ ചെയ്ത പോലത്തെ ഒരു കാര്യമാണ്. സോ ഫണ്ടമെൻ്റൽ. ആ ഫണ്ടമെൻ്റൽ ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പം നമുക്ക് സയൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ലല്ലോ. പക്ഷേ വേറൊരു കാര്യം, ഇപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമം ഈ സ്കൂളിൽ പോകാത്തവർക്കെല്ലാം അറിയാം. അല്ല, ആളുകളുടെ സ്വകാര്യ സംഭാഷണത്തിൽ അത് ന്യൂട്ടൻ്റെ നിയമം
എന്നല്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ന്യൂട്ടൺ 1300 കൊല്ലം മുമ്പ് പറഞ്ഞൊരു കാര്യം നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾ പോലും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. നീ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ന്യൂട്ടൻ്റെ ചലന നിയമം പ്രയോഗിക്കുന്നൊക്കെ പറയും ആൾക്കാരല്ലേ. പക്ഷേ അത് ഐൻസ്റ്റീനിലേക്ക് വന്നപ്പോൾ ഐൻസ്റ്റീൻ എന്താ പറഞ്ഞ് ESM/mc² എന്ന് എല്ലാവർക്കും അറിയാം, കുറേ ആളുകൾക്കറിയാം അല്ലേ. പക്ഷെ അതിൻ്റെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ അറിയില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ലോകത്തെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പരാജയം മാർക്സ് എന്ന ന്യൂട്ടൻ്റെ അത് ഐൻസ്റ്റീനിലേക്ക് വരെ നീണ്ടുപോകുന്ന ചിന്തകൾ കൊടുത്തിട്ടുള്ള മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ തോട്ട് എന്താണ് എന്ന് കോമൺ മാനിനെ പഠിപ്പിച്ചോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇല്ലാന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്തായാലും കുറേ ആളുകളെങ്കിലും മൂലധനം വായിച്ചു. ഇപ്പോൾ നമ്മൾ എഴുതിയതിൻ്റെ പേരിൽ ഒരു 10,000-2,000 ആളെങ്കിലും മൂലധനം കൂടുതലായിട്ട് വായിച്ചിട്ടുണ്ടാവും. അതിലൊരു ചാരിതാർത്ഥ്യമുണ്ട്. നല്ല കാര്യമാണ്.